അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നസ് സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ് فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. صدق الله مولانا العلي العظيم. العمرة إلى العمرة كفارة لما بينهما والحج المبرور ليس له جزاء إلا الجنة. صدق رسوله النبي الكريم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉംറയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പ് വരെയുള്ള നമ്മളുടെ അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് മാറി നമ്മളുടെ സ്ഥാനത്തിനൊന്നുകൂടെ ഒരു കയറ്റം കിട്ടി. ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അതിഥികൾ എന്ന വിശേഷണത്തിലാണ് ഈ ഉംറക്കൊരുങ്ങിയതോടുകൂടെ ഞാനും നിങ്ങളും ഉള്ളത്. അള്ളാഹുവിൻ്റെ അതിഥികളാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ അതിഥിയായി ക്ഷണിക്കുന്നവർ, അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശപ്പെട്ട പെരുമാറ്റമോ രീതിയോ ഉണ്ടെങ്കിൽ അവരെ അതിഥിയായി വിളിച്ച നമ്മളോടാണ് മറ്റുള്ള ആളുകൾ ചോദിക്കുക, ഇവരല്ലാതെ എനിക്ക് വേറെ ആരെയും കിട്ടിയില്ലായിരുന്നോ? അതേ അവസ്ഥയാണ് ഖാലിഖായ റബ്ബിൻ്റെ അതിഥികളായി ക്ഷണിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം. ക്ഷണിച്ച അള്ളാഹുവിൻ്റെ ആതിഥ്യരായ അള്ളാഹുവിൻ്റെ അതിഥികളായ നമ്മൾ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ നിർബന്ധിതരാണ് എന്നതാണ് അടിസ്ഥാനപരമായി ഈ ഉംറയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഇന്ന് ഈ ഒരു ഉംറ യാത്രകളൊക്കെ പഴയ കാലത്ത് നമ്മളൊക്കെ ഒരു വെക്കേഷൻ സമയത്ത് കുട്ടികളെയും കൂട്ടി മൈസൂർ ഊട്ടിയിലേക്ക് ടൂറ് പോകുന്നതിന് പകരം ഇന്ന് വെക്കേഷൻ സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ ഒരു ടൂറായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു വെക്കേഷൻ ചെലവഴിക്കാൻ പോവുക എന്ന ചിന്ത ആവാതെ ഖാസിദീന ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അന്നിയ്യത്തു സ്വാദിഖ, നല്ല മുഖ്ലിസായ ഇഖ്ലാസുള്ള അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയ്യത്ത് ആയിരിക്കണം നമ്മൾ ഈ ഉംറയ്ക്ക് ഉദ്ദേശിച്ച സമയം മുതൽ നമ്മളിൽ ഉണ്ടാവേണ്ടത്. ആ ഒരു കാര്യം ഞാനും നിങ്ങളും പ്രത്യേകിച്ച് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. പിന്നീട് നമ്മളൊക്കെ ചെയ്യുന്ന ഈ ഒരു അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിഥികളായി ക്ഷണിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സംശുദ്ധരായിട്ടായിരിക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹറമിലേക്കും അവൻ്റെ അതിഥികളായിട്ട് അവനിലേക്കും നമ്മൾ ചെല്ലുന്നത്. നമ്മൾ സംശുദ്ധരായിട്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനൊരുങ്ങിയത് മുതൽ, അതിനു മുമ്പ് വേണ്ട എന്നല്ല, പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ അതിഥികളായി നമ്മൾ ഒരുങ്ങിയത് മുതൽ നമ്മളുടെ ഓരോ അവയവങ്ങളുടെ പ്രവൃത്തികളും, വിശിഷ്യ നമ്മളുടെ നാവും കൽബും വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം അതും നമ്മളിൽ ഉണ്ടാവണം. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ
ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ്റെ ഈമാൻ നിലനിൽക്കണമെങ്കിൽ അവൻ്റെ അതല്ലെങ്കിൽ അവളുടെ നാവിനെ നിയന്ത്രിക്കുക എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. എല്ലില്ലാത്ത അവയവം, ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, എല്ലില്ലാത്ത 2 അവയവങ്ങൾ, നാവും ഗുഹ്യഭാഗവും. ഇതുകൊണ്ട് തെറ്റില്ല എന്ന്, തെറ്റ് വരില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പം അത്രമേൽ നമ്മളെ വഴി വിട്ട ജീവിതത്തിലേക്ക് അതല്ലെങ്കിൽ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മുതലാണ് പ്രധാനമായും നമ്മളുടെ നാവ്. ആ ഒരു നാവിനെ നിയന്ത്രിക്കുക എന്നത് പ്രത്യേകമായും ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ്. അതിലൂടെ നമ്മുടെ ഖൽബ്, ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത ഒരു ഖൽബ്, ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത, നമ്മൾ മനസ്സിൽ പകവെച്ച് അപ്പുറത്ത് ഉംറക്ക് പോയി അല്ലെ ഹജ്ജിന് പോയി വന്നതുകൊണ്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന, നിസ്കാരമാണെങ്കിലും ബാക്കിയുള്ള അമലുകളാണെങ്കിലും ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളായ മനുഷ്യന്മാരോടാണ്, അവരിൽ നിന്ന്. അതുകൊണ്ട് യഥാർത്ഥ മുത്തഖിയാവണം നമ്മൾ. ആ ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ ഇതിനൊരുങ്ങി ഇറങ്ങുന്നതും. ഈ ഒരു സമയം മുതൽ നിങ്ങളോട് ചിലപ്പോൾ പല ആളുകളും പല കാര്യങ്ങളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ നിങ്ങളെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാകും. ചില ആളുകളൊക്കെ നമ്മൾ ചില മസ്ലഹത്ത് ചർച്ചകളിലൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം, ഓളോട് മിണ്ടണോ നിങ്ങൾ പറയരുത്, അല്ലെ ഓനോട് മിണ്ടണോ നിങ്ങൾ പറയരുത്, അത്ര ഭിന്നതാക്കിയതാണ്. നമുക്ക് പറയാൻ അതേ ഉള്ളൂ. സലാസത്തും മിൻ അഖ്ലാഖി അഹ്ലിൽ ജന്ന, 3 കാര്യം സ്വർഗാവകാശിയുടെ സ്വഭാവമാണ്. അതിലൊന്ന് അൽ അഫ്വു ലിമൻ ളലമ, ഇങ്ങോട്ട് അക്രമം കാണിച്ച ആളുകളോടും അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഇത് സ്വർഗാവകാശിയുടെ സ്വഭാവമാണ്. നമ്മൾ അള്ളാഹിൻ്റെ അതിഥികളായി പോവുക, ശേഷം നമ്മൾക്ക് സ്വർഗമാണ് പ്രതിഫലം. ആ ഒരു സ്വർഗം കിട്ടണമെങ്കിൽ സ്വർഗാവകാശിയുടെ ബേസിക്കലി സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. അതിലൊന്ന് ഇങ്ങോട്ട് അക്രമം കാണിച്ച ആളോടും അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. അപ്പോൾ ഉംറക്ക് ഉദ്ദേശിച്ചത് മുതൽ ആരുങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനസ്സ്. അത് ചിലപ്പോൾ നിങ്ങളെ ആങ്ങളെയാവാം, ചിലപ്പോൾ നിങ്ങളെ പെങ്ങളാവാം, കുടുംബത്തിൽ എളാപ്പയോ മുത്താപ്പയോ ആവാം, വാപ്പയും ഉമ്മയും മരിച്ച് മുതലോരിച്ച സമയത്തുള്ള പിണക്കങ്ങളാവാം. എന്തായിരുന്നാലും ശരി, ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു രീതി ഈ ഉംറക്ക് ഉദ്ദേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉംറക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ വരുത്തി തീർക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൽ ഇഹ്സാനു ഇലൽ മുസീഇ, രണ്ടാമത് പറയുന്നത് ഇങ്ങോട്ട് നമ്മളെ ഒരുപാട് പ്രയാസപ്പെടുത്തിയവനാണ്, ബുദ്ധിമുട്ടിച്ചവരാണ്, എന്നാലും നമ്മൾക്കൊരവസരം കിട്ടുമ്പോൾ അങ്ങോട്ട് ഗുണം ചെയ്തു കൊടുക്കുക. അതും സ്വർഗാവകാശിയുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന് സഹായിക്കട്ടെ. അതുകൊണ്ട് അങ്ങനെ ചെയ്തവരാണ് ഇങ്ങനെ ചെയ്തവരാണ് എന്ന ചിന്തയൊന്നും വേണ്ട. എല്ലാവരോടും വെറുപ്പില്ലാത്ത ഒരു മനസ്സ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആർക്കും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഗുണം ചെയ്തു കൊടുക്കണം എന്ന ഒരു ചിന്ത അതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വൽബദലു ലിമൻ ഹറമ, നമ്മൾക്ക് ഒരു ആവശ്യമുള്ള ഘട്ടത്തിൽ നമ്മളൊരു സഹായം ചോദിച്ചപ്പോൾ അന്ന് തരാതിരുന്നോല, പിന്നീട് കാലം മാറി നമ്മൾക്ക് അല്ലാഹു തആല തന്നു, അവർക്കൊരു പ്രയാസം വന്ന് ചോദിച്ചപ്പോൾ അന്ന് എനിക്ക് തരാതിരുന്നോലല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കാതെ ഇങ്ങോട്ട് വിലങ്ങി നിന്നവർക്കും അങ്ങോട്ട് കൊടുക്കുക. ഇതും സ്വർഗാവകാശിയുടെ സ്വഭാവമാണ്. ഈ ഉംറയാത്രയുടെ മുമ്പ് ഈ അടിസ്ഥാന സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, എന്നാലേ പോകുന്നതിൽ കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലാഹു തആല തരട്ടെ. അതുകൊണ്ട് ആരോട് എന്തുണ്ടെങ്കിലും മനസ്സാൽ അതങ്ങ് വിട്ടേക്കുക. ആരെന്ത് നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക. ഇതിപ്പോൾ ഹജ്ജിനൊന്നും പോവല്ലേലോ എന്ന് വിചാരിച്ച് പൊരുത്തപ്പെടിക്കേണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. ഹജ്ജ് പോലെ തന്നെയാണ്
നമ്മൾ ഈ അമല് അള്ളാഹു തആല സ്വീകരിക്കുന്ന രൂപത്തിലാവണമെങ്കിൽ നമ്മളാദ്യം അള്ളാഹിൻ്റെ യഥാർത്ഥ അതിഥി ആവണം. ആ യഥാർത്ഥ അതിഥിയുടെ സ്വഭാവമാണ് അവൻ്റെ ബാക്കിയുള്ള അടിമകളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന, അവരോടൊരു പിണക്കവും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ഖൽബുണ്ടാവുക. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാക്കി അതിനു വേണ്ടി നമ്മൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതൊക്കെ അവരോട് പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് ദുആ കൊണ്ടുള്ള വസിയ്യത്ത് അത് നമ്മൾ അധികരിപ്പിക്കണം എന്നാണ്. ദുആ കൊണ്ട് ഇനി ആരെ കാണുമ്പോഴും നിങ്ങൾ പറയേണ്ടത് ദുആ കൊണ്ടുള്ള വസിയ്യത്താണ്. ഞാനിങ്ങനെ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ ദുആ ഇറക്കണം. ആ ഒരു ദുആ കൊണ്ടുള്ള പരസ്പര വസിയ്യത്തിനെ അധികരിപ്പിക്കേണ്ട സമയം കൂടിയാണ്. അതുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്തിനെ അധികരിപ്പിക്കുകയും ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുകയും നമ്മളെ ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞ് പൊരുത്തപ്പെടുകയുമാണ് അടിസ്ഥാനപരമായി ഇതിന് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കണം നമ്മൾ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇടപാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൊടുത്ത് തീർക്കണം. കടബാധ്യതകളൊക്കെ വെച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും അല്ലേ? അതേസമയത്ത് കടമുള്ള ആൾക്കും ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോവാം. എങ്ങനെയാ പോവാ? ആ കടം നമ്മളിവിടെ ഒരാളെ ഏൽപ്പിച്ച്, വെറുതെ ഉമ്മയും വാപ്പയും മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഒരു ഏൽക്കലുണ്ട്, അതേപോലെ ആവരുത്. ചില ആളുകളൊക്കെ മയ്യത്ത് പള്ളിയിൽ കൊണ്ട് വെച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ പറയും, നമ്മളെ ഇന്നടുത്ത് ഇന്ന ആചാരാണ് മരിച്ചത്, നമ്മളെ നാട്ടിൻ്റെ അങ്ങനെ അതിന് കാര്യപ്പെട്ട ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശേഷം പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം. കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോന് മുഹമ്മദ് ഏറ്റുക്കണ് അല്ലെങ്കിൽ അബ്ദുള്ള ഏറ്റുക്കണ് എന്നൊക്കെ പറയും. വാപ്പാനെ കബറിലടക്കി കുറച്ച് 3 കഴിഞ്ഞിട്ട് ചോദിക്കാന്നായിരിക്കും കടമുള്ളവർ വിചാരിക്കുക. അത് കഴിഞ്ഞ് ഓല് ചോദിക്കാൻ വരുന്നേരോ ഇത്രത്തോനെ കടം വാപ്പക്കുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു, അത് എനിക്ക് നടക്കൂല എന്ന് പറയും. അപ്പോൾ ആ ജാതി ഏൽക്കലല്ല, അല്ലാതെ വീട്ടാനുള്ള ആ ഒരു ഏൽക്കൽ, നമ്മുടെ കടം ആരെങ്കിലും ഏൽക്കുകയും അതല്ലേ നമ്മളുടെ മുതൽ അത് അഥവാ ഞാനിങ്ങനെ പോയാൽ ഇങ്ങനെ അവധി പറഞ്ഞ കടമുണ്ട്, അവധി ഇറങ്ങിയ കടം വെച്ചിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. നമ്മൾ 13-ാം തീയതിയാണ് പോണത്, 10-ാം തീയതി കൊടുക്കേണ്ട പൈസ ഉണ്ടായിരുന്നു, 10-ാം തീയതി നമ്മൾ അവധി പറഞ്ഞ പൈസ ഉണ്ട്, അത് വെച്ചിട്ട് പോകാൻ പറ്റൂല, അത് കൊടുത്തു കിട്ടിയിട്ടേ പോകാൻ പറ്റൂ കേട്ടോ. ഇനി അത് നിങ്ങൾ ഓരോട് സംസാരിച്ച് ഉംറക്ക് പോയി വന്നിട്ട് തന്നാൽ മതി. അല്ലെങ്കിൽ അഥവാ ഞാൻ അവിടെ നിന്ന് മരിച്ചു പോയിട്ടും ചെയ്താൽ എന്നെ മുതൽ വിടണ്ട്, അല്ല എന്നെ ആളെ കണ്ടിട്ടൊന്ന് വാങ്ങിയാൽ മതി, ഞാൻ എൻ്റെ മോനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കൂട്ടി ഏൽപ്പിച്ച് ആ നിലക്ക് പോകാം. പരമാവധി ബാധ്യതകൾ, പരമാവധി എന്നല്ല, നമ്മൾ ഈ കടബാധ്യതകളൊക്കെ ഇതിൽ നിന്ന് പരിപൂർണമായിട്ട് നമ്മൾ ഒഴിവാവണം. നമ്മുടെ ബാധ്യതകളിൽ നിന്നൊക്കെ നമ്മൾ പരിപൂർണമായി ഒഴിവായി, നമ്മൾ അള്ളാൻ്റെ അതിഥികളല്ലേ, ആ ഒരു ക്വാളിറ്റി വേണ്ടേ? അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് ഇടപാടുകളൊക്കെ വളരെ കൃത്യമായി വീട്ടി ബാധ്യതകളിൽ നിന്ന് ചിലപ്പോൾ കുറിയൊക്കെ വെക്കാനുണ്ടാവും അല്ലേ? കുറിയൊക്കെ അങ്ങനെ വെച്ച് പോരുന്നവർക്കിപ്പോൾ അടുത്ത മാസത്തതും പിറ്റേത്തെ മാസത്തതും ഒക്കെ അതൊരു കടമായിട്ടുണ്ടാവും. അതേപോലെ തന്നെ കിട്ടിപ്പോയ കുറി ഉണ്ടാവും. കിട്ടിപ്പോയതിന് ആകെയിൽ 10,000-20,000 വെച്ചിട്ടുണ്ടാവും. ആ കുറി അടിക്കുമ്പോൾ കിട്ടേണ്ട 2 ലക്ഷം അത് കിട്ടിയിട്ടുണ്ടാവും. അതിനൊക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ ബന്ധപ്പെട്ടവരെ, നമ്മളെ മക്കളെയോ വേണ്ടപ്പെട്ടവരെയോ ഒക്കെ ഏൽപ്പിച്ച് ആ ഒരു ഉത്തരവാദിത്തം നമ്മളിൽ നിന്ന് നമ്മൾ അള്ളാൻ്റെ അതിഥികളായി ഫ്രീ ആയിട്ട് പോവാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഉംറ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഉമ്മ പറ്റ മക്കളെ പോലെ വരുമെന്ന് വെറുതെ പറയല്ലല്ലോ. ആ ഒരു അവസ്ഥയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ബാധ്യതകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മളുടെ ഈ ഒരു യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സമ്പത്ത് മുഴുവനും, അല്ലാത്തതിന് പറ്റുന്നല്ല, ഇതിന് നമ്മളെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് സൂചിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് ഹലാലിൽ നിന്നായിരിക്കണം. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഉസ്താദെ ഉമ്മനെയും വാപ്പനെയും ഇങ്ങനെ ഉംറ കൊണ്ടുപോകണമെന്നുണ്ട്, ഞങ്ങളെല്ലാ ഏട്ടന്മാരും ഞാനും കൂടിയൊക്കെ തീരുമാനിച്ചതായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓല് ഈ കൊല്ലം പോവാന്ന് പറഞ്ഞാണ്. ഞാൻ ലേശൊരു ടൈറ്റിലാണ്, ഓലെ 2 പൈസയുണ്ട്, ഏട്ടന്മാർ പൈസ ഇറക്കാനും റെഡിയാണ്, ഞാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്, അപ്പം എനിക്ക് ഓളെ പൊന്ന് പണയം വെച്ചിട്ട് അതിലേക്ക് പൈസ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉംറയെക്കുറിച്ചുള്ള ഒരു ധാരണയാണത്. പണയം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു പലിശയുടെ മുതലാണ്. ഉമ്മാനെ ഉംറക്ക് കൊണ്ടുപോകുന്നത് പലിശയുടെ മുതലിൽ നിന്നാകുന്നത് പോലും അത് പറ്റൂല എന്നുള്ള ചിന്ത പോലും നമ്മൾക്കില്ലാത്ത ഒരവസ്ഥ. മക്കള് നമ്മളെ ഉംറക്ക് പറഞ്ഞേക്കുകയാണെങ്കിൽ
ഏടന്നാ മോനെ ഇത് കിട്ടിയെന്ന് നിങ്ങൾ ചോദിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹലാലിൽ നിന്നാവണം. വേറെ ഒരു സുഹൃത്ത് ചോദിച്ചു, എനിക്കൊരു ലോണ് പാസ്സായതുണ്ടായിരുന്നു, എനിക്ക് പാസ്സായ ലോണാണ്, ഞാനാണ് അതിൻ്റെ മസൂല്, ആ പൈസ കൊണ്ട് ഉമ്മക്കും വാപ്പക്കും ഉമ്മർക്കും പോവാമോ? കാരണം ബനല്ല അതിൻ്റെ ഉത്തരവാദി, പലിശയൊക്കെ ബന്ധനല്ലേ, അപ്പോൾ പോണതുപോലല്ലേ, അങ്ങനെ പോകാവോ? അപ്പം ഈ ഒരവസ്ഥ നമ്മൾ ഗൗരവത്തിലെടുക്കുക. നമ്മളുടെ ഹലാലിൽ നിന്ന്, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ആവണം നമ്മളുടെ യാത്ര, നമ്മളുടെ ഈ ഉംറയ്ക്കുള്ള യാത്ര എന്നത് അടിസ്ഥാനപരമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് മക്കളൊക്കെ പൈസ തന്നിട്ട് പോവുകയാണെങ്കിലും എവിടുന്നാന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കുന്നതും അറിയുന്നത് നല്ലതാണ്. പൊന്നും അതേപോലെ വേറുള്ളതൊന്നും പണയം വെച്ചിട്ടൊന്നും ഇതിന് പൈസ കൊടുത്തിട്ട് നിങ്ങളാരും ഉംറക്ക് പോകണമെന്നില്ല, ഒരു തിരക്കില്ല. ഒരു തിരക്കില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ 4 ഉംറയാണ് ചെയ്തത്. ജീവിതത്തിൽ ഹബീബായ തങ്ങൾ 4 ഉംറയാണ്. ഉംറത്തുൽ ഹുദൈബിയത്തി ഫീ ദുൽഖഅദ. ഒന്നൊരു ദുൽഖഅദ മാസത്തിൽ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉംറ ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു ദുൽഖഅദയിലും ഹബീബായ തങ്ങൾ അതേ പിറ്റത്തെ വർഷത്തിൽ തന്നെ ഹബീബായ തങ്ങൾ വേറെ ഒരു ഉംറ ചെയ്തു. മറ്റൊന്ന് ജിഅറാനയിൽ നിന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്റാം ചെയ്തിട്ട്, ജിഅറാന എന്ന് പറഞ്ഞാൽ ഒരു ഉംറയുടെ നമ്മളുടെ മീഖാത്താണ്. അതവിടെ എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് കാണാത്തവർക്കറിയാം. അവിടുന്ന് ഇഹ്റാം ചെയ്തിട്ട് ഒരു ഉംറ ചെയ്തിട്ടുണ്ട്. ഉംറത്തും ഫിൽ ഹജ്ജി, അല്ലെങ്കിൽ മാ ഹജ്ജത്തിഹി, ആരംഭ റസൂലുള്ള ഹജ്ജ് ചെയ്ത സമയത്ത് ഒരു ഉംറയും. അങ്ങനെ 4 ഉംറയാണ് റസൂലുള്ള ചെയ്തത്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ കുറേ ഉംറയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് എവിടെന്നെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓടണം എന്നില്ല. ഹലാലിൽ നിന്നാവണം നമ്മൾ ഈ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന മുഴുവൻ സമ്പത്തും ഹലാലിൽ നിന്നാവൽ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾക്ക് മക്കളോ അല്ലെ വേണ്ടപ്പെട്ടവരോ ഒക്കെ തരികയാണെങ്കിലും എവിടുന്നായി മുതൽ എന്നൊന്നറിയുന്നതും അന്വേഷിക്കുന്നതും ഇതിൻ്റെ ആവശ്യമാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുതൽ ഇതാക്കുന്നതെങ്കിലും പൊന്ന് അത് പണയം വെച്ചിട്ടുള്ള പൈസ കൊണ്ടൊന്നും ഈ ഒരു ഏർപ്പാടിന് നിൽക്കരുത്. ഇനി പൊന്നിൻ്റെ ആണെങ്കിൽ അത് വിറ്റിട്ട് നിങ്ങൾ പോകാമെന്നല്ലാതെ പലിശയുമായിട്ടുള്ള ഒരു ഏർപ്പാട് അത് ഇതിലേക്ക് നമ്മളാരും കൂട്ടിച്ചേർക്കരുത് എന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ ഇപ്പറഞ്ഞതുപോലെ മറ്റുള്ള ആളുകളോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കുന്നതിൽ നമ്മളാർക്കും ഒരു മടിയും വേണ്ട. അതേപോലെ തന്നെ നമ്മൾ ഈ പോകുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ടാവണം എന്ന് പറഞ്ഞാൽ, ഇനി പോയി വന്നാലും നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വേണം. പോയി വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ പറമ്പിൻ്റെ ആ മൂലയിൽക്കുന്ന അപ്പുറത്തുള്ളവൾ ഇങ്ങോട്ടും വന്ന്, കുട്ടിയോ ഞാൻ 4 ഉംറ ചെയ്തീനി, 3 പ്രാവശ്യക്ക് ഹജറുൽ അസ്വദ് മൊത്താൻ കിട്ടീനി, ഇതും പറഞ്ഞിങ്ങനെ നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്ന രീതിയില്ലേ, അതിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. ഹജറുൽ അസ്വദ് മൊത്താനൊന്നും നിങ്ങളെ കൊണ്ട് ആകുന്ന ഉമ്മമാർ പ്രയാസമുള്ളവരൊന്നും നിങ്ങൾ നിർബന്ധമായി മൊത്തേണ്ട സംഗതിയൊന്നും അല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഹജറുൽ അസ്വദിനോട് പറഞ്ഞത്, നീ ഒരു വെറും കല്ലാണെന്ന് എനിക്കറിയാം, എൻ്റെ ഹബീബായ തങ്ങൾ എന്നെ മൊത്തുന്നത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ മൊത്തൂലായിരുന്നു എന്നാ. അപ്പോൾ പറഞ്ഞു വന്നത്, അത് മോശമെന്നല്ല, ഹജറുൽ അസ്വദ് മൊത്തേണ്ട സംഗതിയാണ്. പക്ഷെ നിങ്ങൾ ഹജറുൽ അസ്വദിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞങ്ങൾ അമീർ കൈയടിച്ച് കൊണ്ടുപോയി മൊത്തിച്ച് കൊണ്ടുപോകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള അമീറന്മാർ നിങ്ങളെ വൈക്കയുടെയും കാണൂല. ഹജറുൽ അസ്വദ് മൊത്തിച്ച് കൊണ്ടുവരാൻ നിങ്ങളാരും നമ്മളെ മഹറമൊന്നും അല്ലല്ലോ. നമ്മൾ ഉംറക്ക് പോവാണ് ഗ്രൂപ്പിലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്യ സ്ത്രീ പുരുഷന്മാരാണ്. കൈയടിച്ചു കൊണ്ടുപോകണതിനും ബാക്കിയുള്ളതിനൊക്കെ പരിധികളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. അപ്പോൾ ഏതോ അമീർ പിന്നെന്താ പറയുക, കൈയടിച്ചു കൊണ്ടുപോയി ഹജറുൽ അസ്വദ് മൊത്തിച്ചെന്നോ, അല്ലെങ്കിൽ ഷിയാബ് എപ്പോഴും ഇങ്ങനെ പറയുന്നതൊക്കെ എൻ്റെ വാപ്പിച്ചിൻ്റെ അടുത്ത് വന്ന് ഏതോ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞേ, ജബലന്നൂർ കൈയടിച്ച് കൊണ്ടുപോയി. അന്ന് വാപ്പിച്ച് വേറെന്തോ ഒരു മൂഡിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിന് ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരവസ്ഥയൊന്നും നിങ്ങളാരും പ്രതീക്ഷിക്കണ്ട. ഹജറുൽ അസ്വദ് മൊത്തണമെങ്കിലും അതേപോലെ തന്നെ ജബലുന്നൂർ കൈയടിച്ച് കയറ്റണമെങ്കിലും ഒക്കെ തന്നെ നല്ല പാടുണ്ടല്ലോ. ആ പാടുള്ളത് കൊണ്ടല്ല, അതിന് നമുക്ക് പറ്റിയൊരു വേണം. അതിന് നമ്മളെ മക്കളോ
ആമക്കളോ അതല്ലെങ്കിൽ മോളെ പുയ്യാപ്പിളാരോ ഒക്കെ തൊട്ടാലൊന്നും അറിയാത്തല്ല അവിടെ ആരുണ്ടെങ്കിൽ ഓല് വന്നാൽ അതൊക്കെ നടക്കും. ഇനി വലിയ പ്രയാസം ഇല്ലാത്തൊരു സമയവും സാഹചര്യമൊക്കെ വന്നാൽ ആരിസ് ഉസ്താദ് തന്നെ അതിന് സംവിധാനമൊക്കെ ഉണ്ടാക്കി തരും എന്ന് വിചാരിച്ച് അത് നിർബന്ധമായി ചെയ്യേണ്ട സംഗതിയൊന്നും അല്ല എന്നപ്പോൾ പറഞ്ഞത്. അതിനായിട്ട് ബുദ്ധിമുട്ടായി വേറുള്ളവരെ ബുദ്ധിമുട്ടാക്കി പോയി ചെയ്യേണ്ട സംഗതിയൊന്നുമല്ല. നമ്മൾ വിചാരിച്ച പോലെ എളുപ്പത്തിൽ നടക്കുകയില്ല. ദൂരത്തുനിന്ന് നമ്മൾ നോക്കിയാൽ അവിടെ നല്ല ഒഴിവുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് നമ്മൾ ചെറിയ മനുഷ്യന്മാരാ. ഈ പടു മനുഷ്യന്മാർ ആഫ്രിക്കക്കാരും അതേപോലെ നൈജീരിയക്കാരും പാകിസ്ഥാനികളൊക്കെ നല്ല ആവതുള്ള അയറ്റുകളെ എന്താ പറയുക, കയ്യിൻ്റെ മുട്ടുമലൊന്ന് തോണ്ടിയാൽ നമ്മളങ്ങനെ അങ്ങ് തീർന്നു പോകും. പിന്നെ അവിടെ നിന്ന് ആയിരുന്നെങ്കിലും വീണു പോവുകയൊക്കെ ചെയ്താൽ ആരും നമ്മളെ കൈയിടിച്ച് ചോദിക്കുമല്ലോ, ഓലെ തടി കാക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഹജറുൽ അസ്വദിക്ക് മൊത്താനായില്ലല്ലോ എന്നുള്ളൊരു വിഷമം പിന്നെ ഇവിടെ വന്നിട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയും, അഥവാ ഹജറുൽ അസ്വദ് മുത്തിയാൽ അയലോക്കത്തുള്ളവരെ മുഴുവനും നിങ്ങൾ അറിയിക്കുന്ന രീതി അതില്ലാതിരിക്കാൻ വേണ്ടിയും ഒന്ന് സൂചിപ്പിച്ചതാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഹജറുൽ അസ്വദ് വെളുത്ത കല്ലായിരുന്നെന്നാ, ആളുകളുടെ പാപത്തിനെ ചുമന്ന് അത് ഏറ്റെടുത്ത് അത് കറുത്തുപോയി എന്നാ ചരിത്രം പറയുന്നത്. അള്ളാഹു തആല നമ്മളുടെയും പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു സബബായി അള്ളാഹു തആല അതിനെയൊക്കെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആഫിയത്ത് ഒരു പ്രധാന ഘടകമാണ്. ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി അങ്ങോട്ട് ദ്വാരക്കുക എന്നുള്ളത് പ്രധാന ഘടകം. എത്ര മനുഷ്യന്മാർ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് പോയി തിരിച്ച് ആളുകൾ ഇങ്ങ് പോരുകയാണ്. അന്നും പോരാൻ പറ്റിയില്ല, പിന്നെയും ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഒരു ഉംറ പോലും ചെയ്യാൻ സാധിക്കാതെ തിരിച്ചു വരുന്ന എത്രയോ ആളുകളുടെ വാർത്തകളും നമുക്കറിയാം. അള്ളാഹു തആല തൗഫീഖ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ കയ്യിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ഈ അമലുകൾ നടക്കില്ല. അപ്പം അതുകൊണ്ട് സാമ്പത്തികമായി അതേപോലെ ഈ കാര്യങ്ങളിലൂടെ നമ്മളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും അവിടേക്ക് എത്തിപ്പെടുക, അവിടുന്ന് ആഫിയത്ത് ഉണ്ടായിട്ട് അമലുകളൊക്കെ ഒന്ന് പൂർത്തിയാക്കി ഒരു മഖബൂലായ ഉംറ ചെയ്ത് തിരിച്ചു വരിക. ഇനി അങ്ങോട്ടുള്ള ദുആയിൽ തീർച്ചയായും അത് നിർബന്ധമായും നമ്മളൊക്കെ ചെയ്യേണ്ട സംഗതിയാണ്. എത്രയോ ആളുകൾ ആഫിയത്തില്ലാത്ത ഉമ്മമാരൊക്കെ ഇവിടുന്നാട് പോയാൽ എന്താവോ എന്ന് വിചാരിക്കുന്നതായിട്ടുകൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെ പാഞ്ഞു നടക്കും. പോലെ അമലുകളൊക്കെ ചെയ്യും. നല്ല ആരോഗ്യമുള്ള ആ ഉമ്മനെ നോക്കാൻ കൊണ്ടുപോയ 10-30 വയസ്സുള്ളവള് ഓള് പോയ അന്ന് മുതൽ കിടന്നത് വഹിക്കും, തിരിച്ചു പോരാനായിട്ടായിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഒരു തൗഫീഖാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ. അതുകൊണ്ട് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എന്നത് ഇതിൽ പ്രധാന ഘടകമാണ്. അതുണ്ടാവണം. അല്ലാഹു തആല ആഫിയത്തിൽ പ്രത്യേകം ബർക്കത്ത് ചെയ്യട്ടെ. അമലുകളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പൂർത്തിയാക്കി സ്വീകാര്യമായ രൂപത്തിൽ അമലുകൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ ചെറിയ രൂപത്തിൽ ഒരു നാടൻ വർത്തമാനത്തിലൊന്ന് പറഞ്ഞുതരും, ബാക്കി ആരിസ് ഉസ്താദ് കാണിച്ചു തരും. ഇങ്ങനെ തന്നെയാണ് അവിടെ പോയാലൊക്കെ ഉണ്ടാവുക കേട്ടോ. എല്ലാത്തിനും ഞാൻ ഉണ്ടാവും, എന്നെ നോക്കിയാൽ എപ്പോഴും ഉണ്ടാവും ഉസ്താദ് പറഞ്ഞണമെങ്കിലും ചിലപ്പോൾ എപ്പോഴൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉസ്താദും കൂടി ഉണ്ടാകുന്നത്. ഉസ്താദ് ഫുൾ ടൈം നിങ്ങളുടെ കൂടെ നിങ്ങളെ ആളായിട്ട് ഇങ്ങനെ ഉറക്കൊഴിഞ്ഞൊരു മനുഷ്യനെ ഇങ്ങനെ പാഞ്ഞെടുക്കാനും, നിങ്ങൾ എവിടെയെങ്കിലും മിസ്സായി പോയി കൂട്ടത്തിൽ പോയ ഒരു പെണ്ണുങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര് അന്നപ്പോക്ക് പോകും. അങ്ങനെ വരാൻ ചിലപ്പോൾ എന്നെ കിട്ടൂല, എന്നെ ചിലപ്പോൾ കാണൂല എന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ആരോ ഉസ്താദിനെ വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ, ചീഫ് അമീർ എന്ന് പറഞ്ഞിട്ട് പോണേരുണ്ടാവും, പിന്നെ തിരിച്ച് വരുന്നേരം നാട്ടിലെത്തിയിട്ടാണോ കാണുക, അങ്ങനത്തെ അമീറാണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഏതോ ഒരു പെണ്ണുങ്ങളെ വിളിച്ചു ചോദിച്ച്. ഓല് ഇതിൻ്റെ മുമ്പ് മുസ്തഫ ഉദവി ആക്കോടിൻ്റെ കൂടെ പോയിരുന്നു. അപ്പോൾ ഓല് പോണേരെ കണ്ടീനു, പിന്നെ മൂപ്പരെ കണ്ടിട്ടില്ല. അത്ര തന്നെ തിരക്കില്ലെങ്കിലും കുറച്ചൊക്കെ നിങ്ങൾ കാണുകയൊക്കെ ചെയ്യൂ. നിങ്ങളെല്ലാ കാര്യത്തിനും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരാൻ ഞാനവിടെ ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്കറിയുന്നതൊക്കെ പറഞ്ഞു തരാനും അവിടുത്തെ മസാറുകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ദുആ ചെയ്യാനും എല്ലാത്തിനും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ അടിസ്ഥാനപരമായി നിങ്ങൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളും നാവിനെ നിങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളും സമ്പത്ത് ഹലാലിൽ നിന്നാക്കുക എന്നുള്ളതൊക്കെ ഇത് ഉംറൻ്റെ മുമ്പേ മുതലേ നിങ്ങൾ ചെയ്യേണ്ട സംഗതിയാണ്. അത് അടിസ്ഥാനപരമായിട്ട് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് ഉംറക്കുള്ള ഒരുക്കത്തിലാണ്. മക്കളും കൂട്ടും കുടുംബവും എല്ലാവരും ഉണ്ടാവും.
അവരിൽ നിന്നൊക്കെ നമ്മൾ പഴയ കാലത്ത് ഹജ്ജിനോണോലെ കഥ കേട്ടിട്ടുണ്ടാവും. അത്രയൊന്നുമില്ല, ഒരു 15 ദിവസത്തേക്കുള്ള ഒരു പോക്കല്ലേ. നമ്മൾ ഈ ഷഅബാൻ്റെ സമയത്തായതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ സാധാരണയിലേക്കാണെങ്കിൽ ചിലപ്പോൾ റൈറ്റ് കുറച്ച് കൂടുതലുണ്ടാവും. റമദാനിനോടടുത്ത സമയം സാധാരണ ഒരു മാസത്തേക്ക് ചിലപ്പോൾ 500 രൂപ കൊടുത്താൽ 500 ദിർഹംസ് റിയാല് മതിയാകുന്ന റൂമിന് ഈ ഒരു സമയമൊക്കെ ആകുന്ന സമയത്ത് 500 റിയാൽ ഒരു ദിവസത്തേക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ഈ സമയമൊക്കെ ആകുമ്പോൾ എന്താ പറയുക, റൈറ്റ് കൂടുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ റൈറ്റിന് നേരത്തെ പറഞ്ഞതുപോലെ ബല് തന്നെ കൊണ്ടുപോകും. 60,000-നും 69,000-നും ഒക്കെ ഒരുപാട് നടക്കേണ്ടി വരും. നമ്മൾ ഇപ്പോൾ ഉള്ള റൂം വെറും 200 ഒരു ദിവസത്തേക്ക് 225 ദിർഹംസാണ്, റിയാലാണ്. അപ്പം അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. പൈസ കുറച്ചൊന്നും കാര്യം പറയുന്നുണ്ടാവും. അപ്പോൾ വലെന്തോ ഭാരികളാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും നല്ല അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മൾ ഇതിനൊക്കെ ഇറങ്ങുന്നത്. ഈ ഒരു സമയവും സാഹചര്യമൊക്കെ ആകുമ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ സാഹചര്യങ്ങളും പിന്നെ നമ്മൾ കുറച്ചൊന്ന് അടുത്തായിട്ടില്ലെങ്കിൽ നമ്മളൊരാണുങ്ങളൊക്കെ ജമാഅത്തിനൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചാൽ എല്ലാ ഭക്തനും ജമാഅത്തിന് പോകാനൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഈ രൂപത്തിലാകുമുണ്ടാവും. അതല്ലാത്തതാകുന്ന സമയത്ത് 1 കിലോമീറ്റർ അല്ലെ 1.5 കിലോമീറ്ററൊക്കെ അപ്പുറത്താകുമ്പോൾ നടന്ന് വരലും ജമാഅത്തിന് കൂടലും എല്ലാ പ്രയാസങ്ങളും ഉണ്ടാവും. അതിലൊന്നും പെടാതെ നല്ലൊരു റാഹത്തുള്ള ഒരവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പൂർത്തിയാക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവർ നല്ല നിയ്യത്തിലായിരിക്കണം നമ്മളൊക്കെ ചെയ്യുന്നത്. പിന്നെ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവുക എന്നത് നമ്മളുടെ ആരുടെയും കയ്യിലുള്ള സംഗതിയല്ല. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 13-ാം തീയതി രാത്രിയാണ് നമ്മളുടെ 6 മണിയാകുമ്പോഴേക്ക് എയർപോർട്ടിൽ എത്തുക എന്നുള്ള രൂപമാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ 6 മണിക്ക് അവിടെ എത്തുമ്പോഴേക്ക് ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് കേൾക്കുക. അത് നമ്മളാരും വിചാരിച്ചാലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സംഗതിയോ അല്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇത്ര നേരത്തെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ കടകടയെന്ന് പറയാൻ നിൽക്കരുത്. തൊള്ള പൂട്ടി വെക്കണം എന്നാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ആവശ്യമില്ലാതെ അങ്ങനെ വർത്താൻ പറയുന്ന നേരം ഇനി നമ്മൾ ദേഷ്യം പിടിക്കേണ്ട ഒരവസ്ഥ. നിങ്ങൾ വയസ്സായവരൊക്കെ ആയിരിക്കും, പോണേരം വയസ്സും പ്രായമൊക്കെ നമ്മളെല്ലാവരും ഒരുപോലെ ആയിരിക്കും. ചീത്ത പറയേണ്ടതുണ്ടായാൽ ചിലപ്പോൾ ചീത്ത പറയും. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. എന്തെങ്കിലും ദിക്റും സലാത്തിലുമായിട്ട് ഒന്ന് നാവിനെ അടക്കി വെക്കുക എന്നത് ഇതിൽ പ്രധാനമായി ചെയ്യേണ്ട സംഗതിയാണ്. നമ്മളാരും കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തണമെന്നൊന്നും വിചാരിച്ച് കൊണ്ടുപോകുന്നല്ലോ. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ചിലപ്പോൾ ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അതിനപ്പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വെച്ച് ബൈ റോഡ് വാഹനത്തിൽ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായാൽ, എല്ലാം അങ്ങനെയാണെന്നല്ല, അങ്ങനെയാകുമ്പോൾ ആ ഭക്ഷണം ഇവിടെ എത്താൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രാഫിക് ജാം വന്നാൽ ചിലപ്പോൾ നമ്മൾ 1 മണിക്ക് ചോറിട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1:30 പോകും. അപ്പോൾ അന്നേരവും അപ്പോഴേക്ക് നമ്മൾ എന്താ പറയുക, ഉംറക്ക് വന്നാന്നൊന്നും അങ്ങനത്തെ അടുക്കളയിലത്തെ വർത്താനാ പിന്നെ വരിക. അപ്പോൾ അത് വരരുത് എന്നാണ് ഈ പറഞ്ഞത്. നമ്മൾ അള്ളാഹിൻ്റെ അതിഥികളാണ് എന്ന ബോധത്തിലായിരിക്കണം. പ്രയാസങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിനാത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യണം. ഇനി ഒറ്റവാക്കിൽ ഉംറയുടെ കാര്യവും പറഞ്ഞിട്ട് ഞാനൊന്ന് പോവും. നമ്മൾ ഉംറയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി അത് നമ്മൾ വീട്ടിൽ നിന്ന് കുളിക്കും. ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് നമ്മളുടെ വീട്ടിൽ നിന്ന് കുളിക്കും. അതിന് മുമ്പ് നഖം, മുടി നീക്കൽ, സുന്നത്തായ മുടി ഇതൊക്കെ നീക്കൽ സുന്നത്താണ്. അപ്പോൾ അതാദ്യം ചെയ്ത് അതിനുശേഷം ഇഹ്റാമിൻ്റെ കുളിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നമ്മൾ കുളിക്കും വീട്ടിൽ നിന്ന്. ആ കുളിച്ചിട്ട് ശേഷം നമ്മൾ ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ആ ഒരു ഒരുക്കത്തിലാണ്. എന്നാലും ഇഹ്റാമിൻ്റെ സുന്നത്ത് നമ്മൾ ഇവിടുന്ന് നിസ്കരിക്കില്ല. ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തിയതിന് ശേഷമാണ് നിസ്കരിക്കുക, എയർപോർട്ടിൽ എത്തിയതിന് ശേഷം. അതിന് മുമ്പ് നമ്മൾ ഇഹ്റാമിൻ്റെ കുളി അത് നമ്മൾ വീട്ടിൽ നിന്ന് നിയ്യത്ത് വെച്ച് കുളിച്ചു. അതിന് മുമ്പ് നഖവും മുടിയും ഒക്കെ നീക്കി ഇഹ്റാമിൻ്റെ സുന്നത്തിൽ കുളിച്ചു, നിയ്യത്ത് വെച്ചിട്ട് കുളിച്ചു. യാത്ര പോകാനൊരുങ്ങുന്നതിന് മുമ്പ് യാത്രയുടെ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കും. ആ യാത്രയുടെ സുന്നത്ത് നിസ്കാരത്തിൽ യാത്രയുടെ സഫറിൻ്റെ സുന്നത്ത് നിയ്യത്ത് വെച്ച് ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തും, രണ്ടാമത്തതിൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതി ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം
ഒരു ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്, ആ സൂറത്തും അതേപോലെ ഒരായത്തുൽ കുർസിയും ഓതിയതിന് ശേഷം യാത്രയുടെ സലാമത്തിന് വേണ്ടി പ്രയാസങ്ങളൊന്നുമില്ലാതെ റാഹത്തിലായി കിട്ടണം. ആ ഒരു നല്ല നിയത്തിൽ നിങ്ങൾക്കറിയാകുന്ന ഭാഷയിൽ ദുആ ചെയ്യുക. ഇനി ഏടുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, അതിലുള്ളത് നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ദുആ ചെയ്യുക. ആ ദുആ ഒക്കെ കഴിഞ്ഞ് നമ്മളെ മക്കളോടും വേണ്ടപ്പെട്ടവരോടൊക്കെ യാത്ര പറഞ്ഞ് പിന്നീടൊന്ന് ദുആ ചെയ്ത് നമ്മൾ ഇറങ്ങും. ആ ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിൽ സർവ്വതും തവക്കുലാക്കിയിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ ഒരു ആയത്തുൽ കുർസിയൊക്കെ ഓതി ഈ തവക്കുൽ ചെയ്ത് നമ്മൾ ബിസ്മിയും ചൊല്ലി വലത് കാല് മുന്തിച്ച ഇടത് കാല് വെച്ചിട്ട് നമ്മൾ എന്താക്കണം, യാത്ര ആരംഭിക്കും ബിസ്മിയും ചൊല്ലിയിട്ട്. പിന്നെ വാഹനത്തിൽ കയറി അതിൽ ചെല്ലാനുള്ളതൊക്കെ അറിയാലോ, അതൊക്കെ ചൊല്ലി നമ്മൾ ഓരോരുത്തരും 6 മണിയാകുമ്പോഴേക്ക് 13-ാം നമ്പർ ഗേറ്റിനടുത്ത് എത്തുക. നമ്മൾ സെപ്പറേറ്റ് നമ്മളുടെ വാഹനത്തിൽ എയർപോർട്ടിലെ 13-ാം നമ്പർ ഗേറ്റിനടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയും. പിന്നെ അവിടേക്ക് നമ്മൾ ഓരോരുത്തരും മക്കളെ കൂടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഏതായാലും ആ യാത്ര തുടങ്ങുന്നതോടുകൂടി വണ്ടി കയറി പിന്നെയും ആ നാട്ടുവർത്താനം പറയുന്ന ആ രീതിയില്ലേ, അതിനൊക്കെ ഒന്ന് മാറി നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥികളായി ഒരുങ്ങി ഇനി എങ്കിലും എന്ന കുറഞ്ഞ സമയം തന്നെങ്കിലും നമ്മളൊന്ന് ആ ഒരു ചിന്തയിലായിരിക്കണം. നമ്മൾ ദിക്റിലും ഫിക്റിലും ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴും അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴും അത് ചെല്ലണം. നിങ്ങൾ പോണ വഴിക്കൽ ഒരു ചായ കുടിക്കാൻ നിർത്തി ഇറങ്ങുമ്പോഴും അത് ചെല്ലണം. അങ്ങനെയാകുമ്പോൾ അവിടെയുള്ള ഷർറുകളിൽ നിന്ന് നമുക്ക് ഒരു പ്രയാസവും വരാതെ ഒന്ന് കാലൊടുക്കുകയും കൂടി ചെയ്യാതെ അവിടെ എത്തേണ്ടിയുണ്ടല്ലോ, തിരിച്ചു പോരേണ്ടതുണ്ടല്ലോ. അപ്പോൾ അത് ചെല്ലാൻ എന്തായത് മറന്നു പോകരുത്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മളെ കാര്യങ്ങളൊക്കെ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മളെ മുകളിൽ കുറഞ്ഞ സമയം നമ്മൾ ഇരിക്കുമല്ലോ, ആ സമയത്ത് സ്ത്രീകൾക്ക് അവരുടെ നിസ്കാര ഹാള്, ആണുങ്ങൾക്കത് വേറെ ഉണ്ടാകും. ആണുങ്ങൾ ആ സമയത്ത് ഡ്രസ്സ് എന്താക്കണം, ഇവിടുന്ന് മാറ്റിയിട്ടാണ് പോവുക, അവിടുന്ന് മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ആണുങ്ങളെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി തുണിയും അതേപോലെ തന്നെ ഒരു മേൽത്തട്ടവുമാണ് ആണുങ്ങൾക്ക് ഉണ്ടാവുക. അതല്ലാതെ ഇന്നർ പോലും പറ്റില്ല, ഉടുത്ത തുണി കൂട്ടിക്കെട്ടാനും പറ്റില്ല. അപ്പോൾ അതൊന്നും ഇങ്ങനെ ചുരുക്കി ബെൽറ്റ് പറ്റും, അതിന് കുഴപ്പമില്ല. ആ ബെൽറ്റ് തന്നെ കുറച്ച് വീതിയുള്ള ആ ഉംറക്കാരൊക്കെ ഉപയോഗിക്കുന്ന സാധനം താമരശ്ശേരിയോ അൻസാരി കൊടുവള്ളിയിലൊക്കെ ഉണ്ടായാലുണ്ട്. അതിലായാൽ എന്താ വെച്ചാൽ നമ്മളുടെ ഈ ഉംറൻ്റെ ഏടൊക്കെ നമുക്ക് അതിൽ വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവും. കുറഞ്ഞ റിയാലും അതിൽ വെക്കാം. ഹറമിലാണ് എന്ന് കരുതി തീരെ ശ്രദ്ധയില്ലാതെ പോണ്ട. പരിശുദ്ധ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് വരെ പോക്കറ്റ് അടിച്ചു പോകും. അപ്പം അതുകൊണ്ട് നമ്മളുടെ സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് ഫോണായിരുന്നാലും പൈസ ആയിരുന്നാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാന ഘടകമാണ്. അതേപോലെ റൂമിലും പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ അടച്ച് പോകുന്ന സമയത്ത് അവസാനം വരുന്നോള് ഒരു അന്തവും കുന്തവും ഇല്ലാത്തോളാണെങ്കിലേ ലേശം അന്തമുള്ളായിട്ടുള്ള അവിടെ നിന്ന് അത് പൂട്ടിയിട്ട് പോരണം. അല്ലെ തിരിച്ച് വരുമ്പോഴേക്ക് ഹറമാണ് മക്കയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മുതൽ അവിടെ ഉണ്ടാവില്ല, അതാരെങ്കിലും ഒക്കെ കട്ടുപോകും. അപ്പോൾ ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും നമ്മൾ ആ ആണുങ്ങളും അതേപോലെ പെണ്ണുങ്ങളും ഒക്കെ, ആണുങ്ങൾ ഈ വേഷവും മാറി, പെണ്ണുങ്ങൾ മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല. ഷോക്സ് അല്ല എന്താ പറയുക, കയ്യൊറയൊന്നും ഇടാൻ പാടില്ല ഇഹ്റാമിലായാൽ. അതേപോലെ മുഖം മറയ്ക്കാനും പാടില്ല. അത് പറഞ്ഞപ്പോൾ സാന്ദർഭികം പറയുകയാണ്, നല്ല തണുപ്പായിരിക്കും ഫ്ലൈറ്റിലും. സൗദിയിലും ഇപ്പം നല്ല തണുപ്പാണെന്നാണ് കേട്ടത്. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് ഒന്നായിട്ട് മൂടിയിടാനൊന്നും പറ്റൂല എന്നാണ് അപ്പോൾ പറഞ്ഞത്. നമ്മൾ പുതക്കണമാതിരി ഒന്നായിട്ട് അങ്ങ് മൂടിക്കളയരുത്. മുഖംമൂടിയും പറ്റൂല, അതേപോലെ കയ്യുറയും പറ്റൂല. നമ്മൾ അവിടുന്ന് ഈ എയർപോർട്ടിൽ നിന്ന് നിയ്യത്ത് ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത്, ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നമ്മൾ ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്തിന് കൈകെട്ടി ഫാത്തിഹയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതി ഇഹ്റാമിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചു. ആ ഇഹ്റാമിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
പേരിൽ നമ്മൾ സ്വലാത്ത് അത് നിയ്യത്തിന് ശേഷമാണ് ചെയ്യാൻ നല്ലത്. അതായത് നമ്മൾ ആ ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യും. ആ ഇഹ്റാം വസ്വാസ് ഇങ്ങനെ ആക്കാൻ ആളുകൾ ഉണ്ടാവും. ഫ്ലൈറ്റ് കയറിയതിന് ശേഷം ചെയ്താൽ മതി എന്നൊക്കെ പറയാനൊക്കെ ആളുണ്ടാവും. ഫ്ലൈറ്റിൽ നിന്നെങ്ങാനും നമ്മളോട് ഇഹ്റാം ചെയ്യാൻ മറന്നുപോയാൽ നമ്മളുടെ മീക്കാത്തിൽ എത്തുന്ന സമയത്ത് നമ്മൾ അറിയ പോലും ഇല്ലല്ലോ. മീക്കാത്തിൽ ഫ്ലൈറ്റല്ലേ, സെക്കൻഡുകളുടെ മൈന്യൂട്ട് സെക്കൻഡിൽ അങ്ങ് കടന്നു പോകും. മീക്കാത്ത് ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് അവിടേക്ക് പോകുന്ന ആളുകൾ മീക്കാത്തിലെത്തുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ അത് മറന്നുപോയാൽ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബോർഡിംഗ് പാസ് കിട്ടി ഏകദേശം കൺഫേം തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ നിസ്കാരവും കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് തന്നെ നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല, ഞാനൊരു ഉംറ അല്ലാഹു തആലക്ക് വേണ്ടി ഞാനൊരു ഉംറ ഉദ്ദേശിച്ചു, അതിനു വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു എന്ന നിയ്യത്തും വെച്ച് ലബ്ബൈക് അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, ഈ തൽബിയത്ത് ചൊല്ലി ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ എന്ന് ഇന്നക ഹമീദും മജീദ് വരെയുള്ള ആരംഭ റസൂലുള്ളാഹിൻ്റെ പേരിലുള്ള തഹിയ്യാത്തിലൊക്കെ നമ്മൾ ചൊല്ലുന്ന ആ ഒരു സ്വലാത്തും ചൊല്ലുക. ആ സ്വലാത്ത് ആണ് നല്ലത്. ഇനി വേറെ സ്വലാത്ത് ചൊല്ലിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അതോടുകൂടെ നമ്മൾ ഇഹ്റാമിലായി. പിന്നെ മുടി തലയിൽ മാന്തി മുടി തൊഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ മുടിയൊക്കെ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് കൊഴിഞ്ഞു പോയാൽ പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും വരാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. മുഖം മറക്കരുത്, കൈ മറക്കരുത്. പെണ്ണുങ്ങൾ അത് ശ്രദ്ധിക്കുക. ആണുങ്ങൾ തല മറക്കാൻ പാടില്ല. ഫ്ലൈറ്റിലൊക്കെ തണുപ്പാണെങ്കിൽ ആ തണുപ്പാട് കൊള്ളുക എന്നല്ലാതെ എന്താക്കരുത്, മുടി പൊതിച്ചൊന്നും നിൽക്കരുത്. അതേപോലെ നമ്മൾ തവാഫ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് വരെ നമുക്ക് എന്താ പറയുക, രണ്ട് ഷോൾഡറിൻ്റെയും മുകളിൽ കൂടി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊന്നായിട്ട് മൂടിയിടുക. അതേപോലെ ഈ ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ ആണുങ്ങൾക്ക് പറ്റില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് കൂട്ടി തുന്നാൻ പാടില്ല, ഇന്നർ ഉപയോഗിക്കാൻ പാടില്ല. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഇഹ്റാമിലാണ്. ആ ഇഹ്റാമിലായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റിലും അല്ലാതെയൊക്കെ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ തൽബിയത്തിന് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, തൽബിയത്തിനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ ഫ്ലൈറ്റിലായി അൽഹംദുലില്ലാ ഇൻഷാ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ജിദ്ദ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങും. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എളുപ്പമൊന്നും ഉണ്ടാവില്ല. അവിടെ ഇറങ്ങി ചിലപ്പോൾ നമ്മളെ ലഗേജ് നമ്മൾ തന്നെ പോയി നോക്കിയെടുത്ത് ലഗേജ് പെട്ടിമേൽ വെച്ച് ഇതിൽ വെച്ച് നമ്മൾ തള്ളയൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ കൊണ്ട് കഴിയാത്തവർക്ക് നമ്മൾ ഒരുപാട് സഹായികൾ ആര് വേണമെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എളുപ്പം ഉണ്ടാവില്ല. യാത്രയാകുന്ന സമയത്ത് സഫറു ഖിത്അത്തും മിനൽ അദാബ്, യാത്ര അദാബിൻ്റെ ഒരു കഷ്ണമാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നല്ലാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എളുപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് നമ്മളെ വീട്, നമ്മളെ ബെഡ്റൂം, അതിലെ ബാത്റൂം, ഇതൊക്കെയാണ് നമ്മളെ സൗകര്യം. ഈ സൗകര്യങ്ങളൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതും നമ്മളൊക്കെ പരസ്പരം എല്ലാം നമ്മൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാനും, യാത്ര ഈ ഒരു പ്രയാസത്തിൻ്റെ അദാബിൻ്റെ ഒരു കഷ്ണമാണ് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും, പ്രത്യേകിച്ച് ഈ യാത്രയുടെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നെക്കൊണ്ട് വേറൊരാൾ കാത്തുക്കേണ്ടി വരരുതേനോ എന്നൊരു തീരുമാനം നമ്മളിൽ ഉണ്ടാവണം. നമ്മളിപ്പോൾ രാവിലെ 7 മണിക്ക് നമുക്ക് സിയാറക്കുള്ള വണ്ടി താഴത്ത് വരും എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ താഴത്ത് 6:45 നിങ്ങൾ എത്തിയിരിക്കണം. 7 മണിക്ക് ബസ് വന്നിട്ട് ഉമ്മാമനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഉമ്മാമ റൂം കുത്തിരിക്കാന്നല്ലാണ്ട് ആ സിയാറത്തിന് ഉമ്മാമക്ക് പോരൽ നടക്കൂല. കാരണം അവിടെ ആ രൂപത്തിൽ റോഡിൽ തൽക്കാലം കൊണ്ടുവന്ന് നിർത്തിവെച്ച ബസ്സായിരിക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ പോലീസുകാരെന്ന ഐറ്റക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സമയം പറയുന്നത്. 7 മണിക്ക് നിങ്ങളോട് വരാൻ പറഞ്ഞാലും ബസ് ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അത് നമ്മൾ നോക്കണ്ട. നമ്മളോട് പറഞ്ഞ സമയത്ത് നമ്മൾ എത്തിയാലേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ
എല്ലാം നമുക്ക് കിട്ടുള്ളൂ. അവിടെ എത്തിയിട്ട് ഇന്നെ കൂട്ടാണ്ട് ഓല് പോയിക്കാഞ്ഞ് നിങ്ങൾ പറയണ്ട. പറഞ്ഞെന്ന് വിചാരിച്ചൊരു പ്രയാസമില്ല, നമ്മൾ കാര്യങ്ങൾ ആദ്യം പറഞ്ഞിരുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പഞ്ച്വാലിറ്റി, ഒരു കൃത്യനിഷ്ഠത, സമയത്തിലെ ഒരു കൃത്യനിഷ്ഠത, അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടായാൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും. ചില ആൾക്കാർ ചിലപ്പോൾ ബാത്റൂമിലൊക്കെ പോയി ചിലപ്പോൾ നേരം കുറേ വൈകുന്ന പോലെ കാണോ, നിങ്ങൾ അതിനനുസരിച്ച് നേരത്തെ കണ്ട് പോവാന്നല്ലാതെ പോയതിൻ്റെ പേരിൽ നേരം വൈകുന്ന ഒരു സാഹചര്യം അതില്ലാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. എന്നെക്കൊണ്ടൊരാൾ ബുദ്ധിമുട്ടാവരുത് എന്നുള്ള ഒരു ചിന്ത നമ്മളൊരു കൂട്ടത്തിലാകുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. 7 മണി എന്ന് പറഞ്ഞാൽ 6:55 എത്തുക എന്നല്ലാതെ 7 മണി കഴിഞ്ഞു എന്നൊരവസ്ഥ ഉണ്ടാവരുത്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ കൂടെ പ്രായമുള്ളവരും അങ്ങനത്തെവരൊക്കെ ആയിരിക്കും. ഞാനും എൻ്റെ കെട്ടിയോളും എന്നുള്ള ആ മൈൻഡ് വിട്ടിട്ട് എന്നെക്കൊണ്ട് ആർക്കൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്ന ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവണം. അതും നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഈ ഉംറയുടെ കാര്യം പറയുന്നിടത്ത് ആരംഭ റസൂലുള്ള പറയാ, ഇന്ന ലക മിനൽ അജ്രി അലാ ഖദ്രി നസബിക വ നഫഖതിക. ഈ ഉംറയിൽ കൂലി അള്ളാഹു തആല തരും നീ സഹിക്കുന്ന പ്രയാസത്തിൻ്റെ ഖദറനുസരിച്ചും അതിൻ്റെ പേരിൽ നീ ചെലവാക്കുന്നതിൻ്റെ ആ ചെലവനുസരിച്ചും അള്ളാഹ് എനിക്ക് കൂലി കൂടുതൽ തരുന്ന. അപ്പോൾ നമുക്ക് വേറൊരാളെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രയാസമൊക്കെ ഉണ്ടാവും. ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുക. അതേപോലെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ കഴിയുന്നതൊക്കെ കൊടുത്തോണ്ടും നമ്മളെ കൊണ്ട് ഇതിൻ്റെ പേരിൽ ചിലവാക്കാൻ പറ്റുന്നത് ചിലവാക്കുക. അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നമ്മൾക്ക് കൂലിയൊക്കെ തരും. അള്ളാഹു തരട്ടെ. ആ ഒരു നല്ല നിയ്യത്തും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ ബൈ റോഡ് ബസ്സിലാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഹറമിലേക്ക് പോവുക. അതിനൊക്കെ ആ ബസ്സൊന്നും പറയുന്ന സുഖമൊന്നും ഉണ്ടാവില്ല. എയർപോർട്ടിൽ ബസ് വരുന്നത് അതിന് ചിലപ്പോൾ കാത്തുക്കേണ്ടി വരും. ബസ് വന്നിട്ട് പിന്നെ നമ്മളുടെ മുത്തവഫ് നമ്മളെ ഏറ്റെടുക്കുന്ന ഒരു അറബി ഉണ്ടാവുമല്ലോ, അയാൾ വരാൻ നേരം പോയാൽ ആ സമയം നമ്മൾ കാത്തുക്കേണ്ടി വരും. വന്നതിന് ശേഷം പേര് വിളിച്ച് നമ്പർ നോക്കി റെഡിയാക്കാനുള്ള സമയം ഉണ്ടാവും. ഇതൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. അതിനുവേണ്ടി സൂചിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ബസ്സിൽ കയറി നേരെ ഹറമിലേക്ക്. ആ ഹറമിലേക്ക് പോകുന്ന സമയത്തും നമ്മളിങ്ങനെ അല്ലാഹ് എന്നുള്ള ആ ഒരു ചിന്തയിൽ ആയിരിക്കണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ തങ്ങൾ പ്രയാസങ്ങൾ സഹിച്ച് സഞ്ചരിച്ച മണ്ണാണല്ലോ പഠിച്ചോനെ. ആ ഒരു ചിന്തയാണ് നമുക്ക് ആ സമയത്തൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഖൽബിലൊരു ഈമാൻ ഉണ്ടാവും. നമ്മളിങ്ങനെ ലക്ഷറി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും അള്ളാഹിൻ്റെ ഹബീബ് പ്രയാസങ്ങൾ സഹിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഈ ഒരു ഇസ്സത്തുള്ള അവസ്ഥയിൽ നമ്മളെത്താനും ഈ ഒരു ദീനിൻ്റെ വാക്താക്കളായി ഇസ്സത്തിൽ ഈ ഒരു യാത്ര ചെയ്യാനൊക്കെ നമുക്ക് തൗഫീഖ് ഉണ്ടായി കിട്ടിയത്. അപ്പോൾ അത് നമ്മളാരും മറന്നു. ആ ഒരു ചിന്തയിൽ നമ്മളിങ്ങനെ ഹറമിലേക്ക് പോകും. ഹറമിൻ്റെ കവാടം, ഹറമിൻ്റെ ബോർഡർ എത്തുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു റോഡിൽ ഒരു ഖുർആൻ തുറന്നു വെച്ചതുപോലെ റോഡിനെ കവർ ചെയ്തിട്ടൊരു ഗേറ്റ് ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഹറമാണ്. ആ ഹറമിന് ബാക്കിയുള്ളതുപോലെയല്ല, അറിയാലോ. അപ്പോൾ ആ ഹറമിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഹറമിലുള്ള ഒരു സാധനം, ഒരു മണ്ണ് പോലും നമ്മൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ആ യാത്രക്കിടയിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഹറമിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രത്യേക ദുആ ഉണ്ട്. അത് നിങ്ങളെ കയ്യിലുള്ള ഏടിലുണ്ടാവും. നമുക്ക് അൽ ഹിന്ദിൻ്റെ വലിയൊരു ബുക്ക് തന്നിട്ട് തരും ഇല്ലേ, കൊടുത്തോ നിങ്ങൾ? ഇല്ലെങ്കിൽ അത് തരും. അത് തന്നാൽ അതിലുണ്ട്. അത് വലിയ ഏട് നിങ്ങൾക്ക് സൗകര്യക്കുറവുണ്ടെങ്കിൽ അതിനാണ് ഈ ചെറിയ സാധനം നിങ്ങളെ ബാഗിലിട്ടേക്കേണ്ടി. ഇതിൽ നമുക്ക് ചെറിയതായതുകൊണ്ട് കൈ പിടിക്കാനും അരയെ തിരികെ വെക്കാനും പർദ്ദൻ്റെ കീശയിലിടാനൊക്കെ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇത് നമുക്കിങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചെല്ലാനൊക്കെ ഒരു എളുപ്പമുണ്ടാവും. ഏതായിരുന്നാലും നമ്മൾ ആ ഹറമിൻ്റെ മണ്ണിലേക്ക് കടക്കുന്ന സമയത്ത്, ഹറമിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത്, ഹറമിൻ്റെ ബോർഡർ കടന്ന് നമ്മൾ പോകുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥന അതും അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു പ്രാർത്ഥനയും അതല്ലാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച് നമ്മളിങ്ങനെ ഹറമിൽ പടച്ചോനെ 10-24 കിലോമീറ്റർ മുമ്പേ നമുക്ക് ഹറമിന് തൊട്ടടുത്തുള്ള ആ ക്ലോക്ക് ടവർ ഇങ്ങനെ കാണാൻ പറ്റും ദൂരെ നിന്ന് നോക്കിയാൽ. പക്ഷേ ഇതൊക്കെ ഞാൻ പറയുക നിങ്ങളിങ്ങനെ അത്ഭുതത്തിൽ കേൾക്കുന്നല്ലാണ്ടേ നിങ്ങൾ ആ ബസ് കയറി ഉറങ്ങിക്കും അന്നേരം. നമ്മൾ കുറേ കാലമായില്ല ഇപ്പോൾ ഇത് കാണാൻ തുടങ്ങിയിട്ട്.
നിങ്ങൾ ആ സമയത്ത് ഉറങ്ങായിരിക്കും. കാരണം നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെ തുടങ്ങിയ യാത്രയല്ലേ, മനുഷ്യന് ക്ഷീണമായിരിക്കുമല്ലോ. അപ്പോൾ അന്നേരം നിങ്ങൾ ഉറങ്ങായിരിക്കും എന്ന് പറയുക. ഏതായിരുന്നാലും അള്ളാഹു ആഫിയത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഹറമിലെത്തിയാൽ അവിടെ നമ്മൾ ആദ്യം ഇൻഷാ അല്ലാഹ് നമ്മുടെ റൂമിൻ്റെ അടുത്താണ് പോവുക. റൂമിൻ്റെ അടുത്ത് ലഗേജും എല്ലാം കൂടി തള്ളി നമ്മളോട് ആ റിസപ്ഷനിലൊന്ന് കുറച്ച് നേരം ഇരിക്കാൻ പറയും. അന്നേരം തുടങ്ങും, റൂം റെഡിയായില്ലേ, എപ്പോഴും ആയില്ലേ എന്ന് വെച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവും. റൂം നമ്മളിത് നോക്കി ചിലപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ആളുകൾ ഒരു വെക്കേറ്റ് ചെയ്തതിന് ശേഷം റൂമൊന്ന് ക്ലീൻ ചെയ്യുന്ന സമയം, അങ്ങനെയൊക്കെ ചെറിയ താമസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ അതില്ലാതിരിക്കാം. ഉണ്ടായാൽ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്, ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അവിടെ എത്തി നമ്മളെ റൂമിൽ നമ്മളെ ലഗേജും എല്ലാം കൂടി ഇതാക്കിയിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ ഉംറക്ക് പോകും. അത് എപ്പോഴാണെങ്കിലും, അത് ഏത് സമയമാണെങ്കിലും നമ്മൾ ആ സമയത്ത് ഉംറക്ക് പോകും. ഒരു വിധം എണീറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ കൂട്ടത്തിൽ തന്നെ ആ ഉംറ അങ്ങ് പൂർത്തിയാക്കി കളയാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇഹ്റാമിലാണ്, സാധാരണ ഉള്ളതുപോലെയല്ല, ഒന്ന് പുതച്ചുകൂടി കിടക്കാൻ വരെ പറ്റൂല. അപ്പോൾ പിന്നെ നമ്മൾ ഉംറ ചെയ്ത് അത് പൂർത്തിയാക്കി വന്ന ക്ഷീണിച്ച് വരികയല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പോരാന്ന് വിചാരിക്കരുത് എന്നാണ് പറഞ്ഞത്. വലിയ പ്രയാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പിന്നെ അതിന് സൗകര്യം ചെയ്തു തരികയും ചെയ്യും. എന്നാലും ഒരു വിധം പറ്റുമെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ പിന്നെ നമ്മളൊന്ന് റൂമിൽ നിന്നൊന്ന് ഫ്രഷായി വുളൂ ചെയ്ത് നമ്മൾ ഇറങ്ങും. വുളൂഇൻ്റെത് പറഞ്ഞപ്പോൾ സാന്ദർഭികം പറയാണ്, അന്യ സ്ത്രീ പുരുഷന്മാരുടെ തമ്മിൽ തൊട്ടാൽ വുളൂ മുറിഞ്ഞു പോകും അല്ലേ? പുയ്യാപ്പിള ഓളെ തൊട്ടാലും വുളൂ മുറിയും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, നമ്മളുടെ ഇമാമായ മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി ഇമാമിനൊരു അഭിപ്രായമുണ്ട്. ഖദീമായ ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം അനുസരിച്ച് മൽമൂസിൻ്റെ തൊടപ്പെട്ട ആളുടെ വുളൂ മുറിയില്ല. അതായത് ഞാനിങ്ങനെ പോകുന്നേരം ഇന്നങ്ങൾ ഏതോ പെണ്ണുങ്ങൾ തൊട്ടുപോയാൽ മൽമൂസായ എൻ്റെ വുളൂ മുറിയില്ല. തൊട്ട ആൾക്കറിയാലോ ഞാൻ തൊട്ടുകണെന്നുള്ളത്. ഒലിത് മുറിയും, മൽമൂസായ തൊടപ്പെട്ടവൻ്റെ വുളൂ മുറിയില്ല. അപ്പം നമ്മളൊക്കെ ഷാഫി ഇമാമിൻ്റെ ഖദീമായ അഭിപ്രായം, ഞാൻ ആരെയും തൊടുന്നില്ല എന്ന ആ ഒരു നിയ്യത്തിലായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. അന്യപുരുഷന്മാരെ ഒന്നും തൊട്ടുപോകാതെ, തൊട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തൊട്ടാൽ വുളൂ മുറിയും. അപ്പം അത് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പിന്നെ ഇമാം അബു ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി തആല അൻഹു തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് അന്യ സ്ത്രീയെ തൊട്ടാൽ വുളൂ മുറിയില്ല. അപ്പോൾ ഹനഫി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ടിട്ട് വുളൂ ചെയ്യാറുണ്ട്. ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്ത് വുളൂ ചെയ്യുമ്പോൾ ഹനഫി മദ്ഹബ് അനുസരിച്ചുള്ള വുളൂവിൻ്റെ നിയമങ്ങൾ പഠിക്കണം, അത് ശ്രദ്ധിക്കുകയൊക്കെ വേണം. അപ്പോൾ അത് ചെയ്യണമെന്നില്ല, നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ഞാൻ ആരെയും തൊടുന്നില്ല എന്നുള്ളൊരു നിയ്യത്തിലായിരിക്കണം നിങ്ങൾ ഉണ്ടാവേണ്ടത്. അത് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ വുളൂ ഒക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് നേരെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൻ്റെ മുറ്റത്തേക്ക് നമ്മളിങ്ങനെ നടക്കും. അവിടെ എത്തി റബ്ബി ഫിരിദൽ വാലിദൈൻ എന്ന മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം. അള്ളാഹു മാതാപിതാക്കളുടെ പൊരുത്തത്തിലൂടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് ചേരുന്നവർ അമ്മോനെ അള്ളാഹു ആക്കട്ടെ. നമ്മൾക്കൊക്കെ നമ്മളെ മക്കളൊക്കെ അള്ളാഹു തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ഇന്നത്തെ വാർത്തകൾ മുഴുവനും മക്കൾ പല വഴികളിലായി പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ആ വഴിയിലായി പോകാൻ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞങ്ങ് തള്ളാതെ ആ ലഹരിയിലേക്കും ഒരു പോവാതെക്കണമെങ്കിൽ ഒരു അല്ലാഹുവിനെക്കുറിച്ചുള്ള ഒരു ബോധവും ആഖിറത്തിനെ കുറിച്ചുള്ളൊരു ചിന്തയും പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന ബോധവും ഇത് നമ്മൾ കൊടുക്കണം. അതിന് മക്കളെ മദ്രസ പറഞ്ഞേക്കണം, പറ്റുകയാണെങ്കിൽ ദർസിൽ പറഞ്ഞേക്കണം, ദീനീ ബോധം കൊടുക്കണം, ജീവിതം കൊണ്ട് മാതാപിതാക്കൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതൊന്നും ചെയ്യാണ്ട് പഴയ കാലത്ത് നാട്ടിൽ വലിയ ദർസുകളെന്ന പോലീശയും പറഞ്ഞ് നമ്മളെ മക്കളാരെ അതിലേക്കിട്ട് പറഞ്ഞേക്കുകയും ചെയ്യാതെ മക്കൾ 5ാം ക്ലാസ്സിൽ നിന്ന് മോൻ തോറ്റാൽ ഞാൻ നിർത്തുകയെന്ന് പറയൂ. ഉമ്മയും വിചാരിക്കും മീൻ വാങ്ങിത്തരാൻ ഒരാളായല്ലോ, മോൻ പോണ്ടാന്ന്. 7ാം ക്ലാസ്സിൽ നല്ല മാർക്കിൽ ജയിച്ച പെൺകുട്ടിയും 8ാം ക്ലാസ്സിൽ കാണാതിരിക്കുമ്പോൾ സദർ ഉസ്താദ് ഉമ്മാനെ വിളിച്ച് നോക്കുമ്പോൾ അന്നേരം അമ്മ പറയാ, ഉസ്താദെ മോക്ക് പ്രായമായിക്കണം എന്നിട്ട് അവൾ വരാത്ത, അവൾ ഇനി വരുന്നില്ല. ഈ പ്രായമായി എന്ന് പറഞ്ഞോളെയും വേറെ എന്താ പറയുക മറ്റ് സ്റ്റേറ്റുകളിൽ കൊണ്ടുപോയി
ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കി ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നിടത്ത് മോളെ പ്രായവും പ്രശ്നമില്ല, വളർച്ചയും പ്രശ്നമല്ല. അള്ളാഹിൻ്റെ ദീൻ പഠിക്കുന്നിടത്ത് മാത്രമാണ് മോക്ക് പ്രായമായി. ഇതാണ് നമ്മളവസ്ഥ. നമ്മൾ ഇങ്ങനെയാ ചെയ്തത്. ഇങ്ങനെ അള്ളാഹിനെക്കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും ബോധമില്ലാത്ത മക്കൾ ഇവരിങ്ങനെ കുരുത്തക്കേട് കളിച്ചിട്ടില്ലെങ്കിലല്ലേ പറയാനുള്ളൂ. യഥാർത്ഥ ജീവിതം നാളെയാണ്. അവിടെ നമുക്ക് എല്ലാ ആഘോഷങ്ങളും അവിടെയാണ്. അത് ചിന്തയുള്ളവും വിശ്വാസമുള്ളവനാണ് ഇവിടുന്ന് അതിനു വേണ്ടി പണിയെടുക്കുക. ഇത് അവിടുത്തെ കുറിച്ചൊരു വിശ്വാസവും അള്ളാഹിനെ കുറിച്ചൊരു ബോധവും ഇല്ലാത്തവന് ഇവിടുത്തെ ജീവിതം ഓനെ അടിച്ചു പൊളിക്കണ്ടേ? അപ്പോൾ പൊളിച്ചില്ലെങ്കിലല്ലേ ഒരു പൊട്ടനല്ലേ അവന്. അപ്പം അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാകണ ഒരു ഇൽമ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മദ്രസയിലൊക്കെ മക്കൾ 10ാം ക്ലാസ്സോ +1 +2 ഉള്ളിടത്തോളം പഠിക്കണം, അത് പഠിപ്പിക്കണം. ഇത് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞ് അടർത്തിക്കൊണ്ടു പോവരുത്. സാന്ദർഭികം ഒന്നുണർത്തിയതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഹറമിൻ്റെ മക്കയുടെ മുറ്റത്ത് നമ്മളിങ്ങനെ നിൽക്കുക. ഇൻഷാ അല്ലാഹ് 67ാം നമ്പർ ഗേറ്റിലൂടെ ആയിരിക്കും നമ്മളിങ്ങനെ ഹറമിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുക. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഒരു ഈ പറഞ്ഞൊന്നും ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഉസ്താദും കുറേ പറഞ്ഞു, പടച്ചോനെ എന്താവും മറന്നുപോയോന്ന് ബേജാറാണ്ട് കേട്ടോ. ഇപ്പം അറിയുന്നതൊക്കെ നിങ്ങൾക്ക് ഓരോ സെക്കൻഡിലും നിങ്ങളെ കൂടെ നടന്ന് പറഞ്ഞു തരാനും ചെയ്യാനും ഞങ്ങളുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ആ ഹറമിലൂടെ നമ്മൾ 67 നമ്മൾ ഹറമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങളിൽ പലരും കഅബാലയം കണ്ടവരുണ്ടാകും, ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടാവും. കഅബാലയം ആദ്യമായി കാണുന്ന സമയത്ത് എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹ് അപ്പടി തരുന്ന. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ആ ഹറമിലേക്ക് നമ്മൾ ബാബു 67 അങ്ങോട്ട് കയറി ഇങ്ങനെ പോകുന്നേരം കുറച്ച് താഴോട്ട് നോക്കി ഇങ്ങനെ പോവുക. അതായത് ഏതെങ്കിലും തൂണിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കഅബ കണ്ടുകൊണ്ടാ കാണുന്നത്. അതിൻ്റെ ആ ഒരു നല്ല റാഹത്ത് തന്നെ കാണണം. അപ്പോൾ അതിങ്ങനെ നമ്മൾ തൽബിയത്ത് ചൊല്ലി ഇങ്ങനെ നമ്മൾ പള്ളിയിലൂടെ നടന്ന് അടുത്തി അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഏകദേശം എന്താ പറയുക, ഈ കാണുന്നില്ല നിങ്ങൾ, ബാക്കി ഇത് കാണിച്ചിട്ട് ഉസ്താദ് പറഞ്ഞുതരും. നമ്മൾ ഏകദേശം ആ 67 പോയാൽ ഈ ഭാഗത്തേക്കാണ് നമ്മൾ ഇറങ്ങുക. ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഹിജർ ഇസ്മായിലിൻ്റെ കെട്ടുള്ള ഈ ഭാഗത്തേക്കായിരിക്കും നമ്മൾ ഇറങ്ങുക. ഏകദേശമൊക്കെ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ നേരെ കാണാൻ പറ്റുന്ന ഒരു രൂപത്തിൽ നമ്മളോട് പറഞ്ഞു തരികയും ചെയ്യൂ. ആരിസ് ഉസ്താദും ഉണ്ടാവും. അപ്പോൾ ആ ഒരൊറ്റ കാഴ്ചയിൽ നമ്മൾക്ക് എന്താണോ വേണ്ടത് അള്ളാഹിനോട് ചോദിക്കണം. ഹിക്മത്തുള്ള ആലിമീങ്ങൾ പറഞ്ഞത് ആദ്യം കഅബാലയം കാണുന്ന സമയത്ത് അള്ളാഹുവേ ഞാനിവിടുന്ന് എന്ത് ചോദിച്ചാലും അതിനെനിക്ക് ഉത്തരം തരണേ എന്ന് ആദ്യമായിട്ട് പറയാം. അത് അള്ളാഹു കബൂൽ ചെയ്ത് ബാക്കിയുള്ളത് പിന്നെ എങ്ങനെ അതിനോട് തുടർച്ചയായി ചോദിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഹംദും സലാത്തും ഒക്കെ ആദ്യം ചൊല്ലി വെച്ച് ദുആഇനൊരു ഹംദും സലാത്തും ഒക്കെ വേണം. അതും ചൊല്ലി അള്ളാഹിനോട് ഇതായിട്ട് ചോദിക്കുക. ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതും ചോദിക്കുക. അള്ളാഹു തരും, അള്ളാഹു തരട്ടെ. കഅബാലയം എന്ന് പറയുന്നത് 3 സംഗതിയിലേക്ക് വെറുതെ നോക്കി നിന്നാൽ കൂലി കിട്ടുന്ന 3 സംഗതിയാണ് ലോകത്തുള്ളത്. ഒന്ന് പരിശുദ്ധ ഖുർആൻ തുറന്ന് വെച്ച് വെറുതെ അതിലേക്ക് ഇങ്ങനെ നോക്കിന്നാൽ കൂലിയാണ്. മറ്റൊന്ന് നമ്മൾ അടുക്കളയിലുള്ള അമ്മൻ്റെ മുഖത്തേക്ക് വെറുതെ നോക്കി നിന്നാൽ അതിന് കൂലിയാണ്. 3ാമത്തെ സംഗതി കഅബാലയം, അതിലേക്ക് ഇങ്ങനെ വെറുതെ നോക്കി നിന്നാൽ കൂലിയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങൾക്ക് ജമാഅത്തിന് പോവൽ സുന്നത്തില്ല. പള്ളിയിൽ ജമാഅത്തിന് പോവൽ സുന്നത്തില്ല. അവരുടെ ജമാഅത്തും നിസ്കാരവും ഒക്കെ വീട്ടിൽ തന്നെയാണ് നല്ലത്. അതൊക്കെ മുലിയാർ ഇവിടുന്ന് വയലറിഞ്ഞിട്ട് പിന്നെ അറമിൽ പോകുന്ന നേരം മുലിയാറെപ്പറുള്ളവരും ജമാഅത്തിന് പോയിക്കണമല്ലോ. മുലിയാറുള്ളവരെപ്പറുള്ള ജമാഅത്തിന് പോവല്ല. കഅബയിലേക്ക് നോക്കി നിൽക്കുക എന്ന സുന്നത്ത് അത് കിട്ടണേ നമ്മളെ റൂം കുത്തിരുന്നാൽ കിട്ടൂലല്ലോ. ആ കഅബയിലേക്ക് നോക്കി നിൽക്കുക, തവാഫ് ചെയ്യുക, ഇതൊക്കെ നടക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണമല്ലോ. അതിനാ വരുന്നത്. അതിൻ്റെ ഇടയിൽ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ അവിടെ പെണ്ണുങ്ങൾക്കുള്ളൊരു സൗകര്യമുണ്ട്, ആ ജമാഅത്തിന് കൂടുന്നത്, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇവിടുന്ന് മുലിയാർ പള്ളിയിൽ പോകരുത് പെണ്ണുങ്ങളെന്ന് പറയുന്നത് ആണ്ട് പോവുകയും ചെയ്യുന്നല്ലോ എന്ന് നിങ്ങൾക്ക് ചിന്ത വരണ്ട. അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. കഅബാലയത്തിലേക്ക് നോക്കി നിൽക്കുക എന്നുള്ള സുന്നത്ത് അത് അവിടെ പോയാലേ കിട്ടുള്ളൂ. തവാഫ് ചെയ്യാനുള്ള സൗകര്യം അതും അവിടെ പോയാലേ കിട്ടുള്ളൂ. അതിനാണ് ഈ പെണ്ണുങ്ങൾ പോകുന്നത് എന്ന് പറയാം. അല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ പെണ്ണിന് പള്ളിയിൽ ജമാഅത്തിന് പോകുന്നതിന് നിയമം ഒന്ന് തന്നെയാണ്. ഏതായിരുന്നാലും നമ്മൾ ആ കഅബാലയം കണ്ട് അവിടെ നിന്ന് നിപ്പ് തന്നെ നമ്മളിങ്ങനെ ദുആ ചെയ്ത്
ശേഷം നമ്മളിങ്ങനെ ഇനി കുറച്ച് ഞാൻ ഇಮೇലൊന്ന് പറഞ്ഞുതരാം, ബാക്കി ഉസ്താദ് പറയും. നമ്മളിവിടുന്ന് ഇങ്ങനെ വട്ടം ചുറ്റി വന്ന്, നിങ്ങൾ കാണുന്നുണ്ടോ ഇത് ഇല്ലേ? ഇതാണ് ഹജറുൽ അസ്വദ് അടയാളപ്പെടുത്തിയത്. ഹജറുൽ അസ്വദ് ഈ വട്ടത്തിൽ അടയാളപ്പെടുത്തിയ ഈ മൂലയിലാണ്. ഇത് കഅബാലയത്തിൻ്റെ വാതിലാണ്. പിന്നെ ഈ ഹജറുൽ അസ്വദിൻ്റെ നേരെ ഇങ്ങനെ ഈ തല വരെ ഇങ്ങനെ വട്ടത്തിലാണ് അവിടെ പള്ളി ഉണ്ടാവുക, അതറിയാലോ. അതായത് നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് പടിഞ്ഞാർക്ക് മാത്രമല്ല നമ്മൾ കിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുള്ളൂ. സഫ് ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ടല്ലേ ഉണ്ടാവുള്ളൂ, വേറെയുള്ളിടത്തൊക്കെ. കഅബാലയത്തിൻ്റെ അടുത്താകുമ്പോൾ ഇതാണ് കിബില. അപ്പോൾ ഇവിടെ നിൽക്കുന്നവൻ ഇങ്ങോട്ട്, ഇവിടെ നിൽക്കുന്നവൻ ഇങ്ങോട്ട്, അപ്പോൾ വട്ടത്തിലാണ് അവിടെ സഫ് ഉണ്ടാവുക എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഹജറുൽ അസ്വദിൻ്റെ നേരെ എത്തി. ഇവിടെ നേരെ നോക്കിയാൽ ഇവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു പച്ച ലൈറ്റൊക്കെ കാണും, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ തവാഫിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്, തവാഫ് തുടങ്ങേണ്ട സ്ഥലം. അതാണ് ഉംറയുടെ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ഉംറയുടെ കാര്യമായ ഒരു അമലാണ് 7 തവാഫ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഉംറയുടെ 7 തവാഫ് ചെയ്യുന്നു എന്ന് കരുതൽ സുന്നത്തേ ഉള്ളൂ, മറന്നു പോയാലും പ്രശ്നമൊന്നുമില്ല. ഏതായിരുന്നാലും നമ്മൾ ഈ ലൈനിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ നിന്നാണ് നമ്മളുടെ പിന്നെ തവാഫ് ആരംഭിക്കുന്നത്. 7 പ്രാവശ്യമാണ് തവാഫ് വേണ്ടത്. ഇവിടുന്ന് തുടങ്ങിയാൽ ഇതിലെങ്ങനെ ചുറ്റി വന്ന് ഇവിടെ എത്തുമ്പോൾ 1 അങ്ങനെ 7 പ്രാവശ്യം നമ്മൾ തവാഫ് ചെയ്യണം. അത് തുടങ്ങണ സമയത്ത് ഹജറുൽ അസ്വദിനെ തൊട്ട് മുത്തൽ സുന്നത്തുണ്ട്. അപ്പോൾ തൊട്ട് മുത്തൽ പോയിട്ട് നമ്മൾ അടുത്തേക്കും കൂടി എത്തൂലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് കൈകൊണ്ട് ഇഷാറത്താക്കലാണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇഷാറത്താക്കി ആ മുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ചെയ്യേണ്ടതും അതാണ്. പിന്നീട് നമ്മൾ ഉംറയുടെ തവാഫ് ആരംഭിച്ചു. തവാഫ് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഹിജർ ഇസ്മായിലിൻ്റെ കെട്ടും അതേപോലെ തന്നെ ഇബ്രാഹിം മക്കാം ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിൻ്റെ ഇടത്തൊക്കൊന്നും നമ്മൾ എത്തൂല, നമ്മൾ ഇതിൻ്റെ ഈ പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മൾ നടക്കുന്ന സമയത്ത് ഏത് സമയമായാലും കഅബാലയം നമ്മളുടെ ഇടത്ത് ഭാഗത്ത് ആയിരിക്കണം. ആ തവാഫിൻ്റെ ഇടയിൽ കഅബാലയം എപ്പോഴും ഇടത് ഭാഗത്ത് ആയിരിക്കും. ഒരു കാരണവശാലും ഇങ്ങനെ തിരിഞ്ഞ് കഅബയിലേക്കായി പോകരുത്. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യൂല. പക്ഷെ നമ്മളൊരു ഉമ്മനെ കൈയിടിച്ച് ഇങ്ങനെ പോവുകയാണ്, ആ ഉമ്മ കയ്യിൽ നിന്നായിട്ട് വിട്ടുപോയാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഉമ്മനെ പിടിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് തിരിയും അല്ലേ. ആ തിരിഞ്ഞിങ്ങനായിട്ട് നടന്നും പോയാൽ നമ്മളെ തവാഫിൻ്റെ നടത്തം കുറച്ച് എന്തായിപ്പോയി, നമ്മൾ കഅബയിലേക്ക് നേരെയായിപ്പോയി. ഉമ്മനെ പിടിക്കാനോ അല്ലെ എന്തെങ്കിലും ഒരു സംഗതിക്ക് തിരിഞ്ഞു പോയാൽ അത് നമ്മൾ പ്രത്യേകിച്ച്, അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ ഭാഗം പെട്ടെന്ന് ബാക്കോട്ട് തന്നെ നിന്നിട്ട് അതൊന്നും നടക്കൂല കേട്ടോ. ബാക്കോട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ നടക്കൂല. നടക്കുകയാണെങ്കിൽ അല്ലെ പിന്നെ ആ ചുറ്റൽ എണ്ണത്തിൽ ഉണ്ടാവില്ല, വേറൊന്ന് വേണ്ടി വരും. അപ്പം അതൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ പടച്ചോനെ അള്ളാഹുവെ എത്രയും കാലം എൻ്റെ 10-50 കൊല്ലത്തിനിടയിൽ ഞാൻ എന്താ പറയുക തിരിഞ്ഞെന്ന കിബിലാണല്ലേ കാണുന്നത് എന്നുള്ള ആ ഒരു വല്ലാത്ത ഒരു ചിന്തയിലായിരിക്കും നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കൊരു തരം ആർത്തിയായിരിക്കും. അപ്പോൾ അങ്ങോട്ട് നോക്കാൻ ഈ തവാഫിൻ്റെ ഇടയെ ചിലപ്പോൾ അങ്ങനെ പോകുന്നേരോ കഅബൻ്റെ കില്ല ഒന്ന് തൊട്ടു നോക്കാനൊക്കെ തോന്നും. ഒരു കാരണവശാലും തവാഫിനിടയിൽ കഅബാലയം തൊടാൻ പാടില്ല. അത് പറഞ്ഞപ്പോൾ സാന്ദർഭികം പറയാണ്, ഈ ചുറ്റിങ്ങനെ പോന്നിട്ട് ഇത് ഹിജർ ഇസ്മായിലിൻ്റെ കെട്ടാണ്. ഈ ഹിജർ ഇസ്മായിൽ ഏതിൽ പെട്ടതാണെന്നാ? കഅബയിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും ഉണ്ടാക്കരുത്, തവാഫിൻ്റെ ഇടയിൽ തൊട്ടുവരുത്, കുറച്ച് വിട്ട് നടന്നോളാണ്ടി. അപ്പോൾ തവാഫ് കഴിഞ്ഞിട്ട് അതിനായിട്ട് ഒഴിഞ്ഞ സമയം ഉണ്ടാവും നമുക്ക് തൊടാനും മൊത്താനും എല്ലാത്തിനും. അതിന് നമുക്ക് പോകാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു തവാഫ് ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങി. പ്രത്യേകം ഞാൻ പറഞ്ഞത് മറന്നുകൊണ്ടാ, ഒരു കാരണവശാലും നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞു പോകരുത്, ഇടത് ഭാഗത്തായിരിക്കണം എപ്പോഴും കഅബ. അപ്പോൾ ആ നിലക്കാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തവാഫ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇവിടെ ചില ആളുകൾ നമ്മൾ കഅബയിലേക്ക് ഹജർ അസ്വദിന് നേരെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും, പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷേ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നതോടുകൂടി അടുത്ത തള്ള് വന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളെ തവാഫ് ആരംഭിക്കുന്നതൊക്കെ പ്രയാസമായി. അപ്പോൾ നല്ലത് ഇങ്ങനെ തന്നെ അവിടെ നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, തിരിയരുത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ഇങ്ങനെ തന്നെ കൈ ഇഷാറത്താക്കി തവാഫ് ആരംഭിക്കുന്നതാണ്. ഇങ്ങനെ തവാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ
ഇന്ന ഹാദൽ ബൈത ബൈതുക വൽ ഹറമ ഹറമുക വൽ അംന അംനുക വഹാദാ മഖാമുൽ ആഇദ് ബിക മിനന്നാർ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ആരിസ് ഉസ്താദ് ഇങ്ങനെ ഉറക്കെ ചൊല്ലിത്തരും. ഞാനും നിങ്ങളും അത് കേട്ട് ചെല്ലുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓരോ തവാഫിലും 7 തവാഫ് ഉണ്ടാകും. ഓരോ തവാഫിലും വ്യത്യസ്ത ദിക്റുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം അല്ലെ ഇനി ആവർത്തിച്ചായാലും ഇതൊക്കെ ഞാൻ ഈ പറയും പോലെ നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ആയിക്കും തന്നെ നിങ്ങൾ ആരും വിചാരിക്കണം കേട്ടോ. ചിലപ്പോൾ തെറ്റിപ്പോവും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കിൽ കുടുങ്ങിയാൽ നമ്മൾ വിചാരിച്ചോണം ഒന്നും സംഗതി നടക്കൂല. അപ്പോൾ അതിന് പരമാവധി കുറച്ച് ദൂരം നടന്നാലും നടക്കുന്ന കേസ് അധികമായാലും വേണ്ടില്ല വിചാരിച്ച് കുറച്ച് വിട്ടാൽ നമ്മൾ നടക്കുക. അപ്പോൾ എന്നാലും ഷാബാനുമാണ്, റമദാൻ്റെ അടുത്ത സമയമാണ്, അത്യാവശ്യം തിരക്കുണ്ടാകുന്ന നേരമാണ്. ഏത് സമയത്തും തിരക്ക് തന്നെ ആയിക്കോട്ടോ. അപ്പോൾ നമ്മൾ ഈ പറയും പോലെ ചിലപ്പോൾ അഥവാ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഇതാണ് എന്ന് പറയാൻ ഓർമ്മയിലുണ്ടാകാനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ആ തവാഫിൽ ചെല്ലിത്തരണ്ടൊക്കെ ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ വന്നു. കഅബം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പോകുന്ന ഹജറുൽ അസ്വദിൻ്റെയും ഇതിൻ്റെയും ഈ 2 തൂണിൻ്റെ ഇടയിലെത്തുമ്പോൾ നമ്മൾ പ്രത്യേകം സുന്നത്തുണ്ട്. റബ്ബി ഗ്ഫിർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അൻതൽ അസ്സുൽ അക്രം റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന് ചെല്ലൽ സുന്നത്ത്. ഇനി ഫുള്ളറിയില്ലേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്നുള്ളത് ആവർത്തിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് തവാഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനി ഒന്നും ചെല്ലിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉംറയാകും തവാഫാവും ഒക്കെ റെഡിയാണ്. അതിൻ്റെ ഇടയിൽ ചെല്ലൽ സുന്നത്തേ ഉള്ളൂ. ഈ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ബേജാറാവണ്ട. അല്ലെങ്കിൽ ബുക്ക് നോക്കി ചെല്ലാന്നൊന്നും പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്തല്ല പ്രായോഗികമല്ല, തിക്കിലും തിരക്കിലും ഒക്കെ ആയിപ്പോവും. അപ്പോൾ ഒരാൾ ഉറക്കെ ചെല്ലിത്തരുന്നത് കേട്ട് ചെല്ലാനൊരു സുഖമാണ്. അത് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവും. അതിൽ നിന്ന് അഥവാ വിട്ടുപോയാൽ ബേജാറാവാനൊന്നുമില്ല. നമ്മൾ ആ ഒരു തവാഫ് അങ്ങനെ 7 പൂർത്തിയാക്കിയാൽ മതി. തവാഫ് തുടങ്ങുന്നതിൻ്റെ ഇടയിൽ സുലിയാരങ്ങളോട് പറയും, അഥവാ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയാൽ ഇതാ കാണുന്ന തൂണിൻ്റെ അടുത്ത് അവിടെ വന്ന് നിന്നോളി, ഞങ്ങളായിട്ട് വരുമെന്ന് ആദ്യമേ പറഞ്ഞു തരും, ഒരു സ്ഥലം കാണിച്ചു തരും. അപ്പോൾ തവാഫ് നിങ്ങൾ കൂട്ടം തെറ്റിപ്പോയാലും അതിൻ്റെ ഇടയിൽ 7 പൂർത്തിയാക്കുക. ശേഷം പറഞ്ഞ സ്ഥലത്ത് പോയി നിൽക്കുക. നിങ്ങൾ എത്ര നേരം വയ്യാലും നിങ്ങളെ കൂട്ടാനായിട്ട് വരും, അതിനൊന്നും ബേജാറുണ്ടാവും. എന്നാലും കൂട്ടം തെറ്റിപ്പോവാതെ അള്ളാഹു സലാമത്താക്കി തരട്ടെ. അപ്പോൾ 7 പ്രാവശ്യം നമ്മൾ തവാഫും ചെയ്തു. 7 പ്രാവശ്യം തവാഫ് ചെയ്യുന്നതോടുകൂടി ഉംറയുടെ തവാഫ് പൂർത്തിയായി. തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്നതാണ് ഇബ്രാഹിം മക്കാം. ഇബ്രാഹിം മക്കാം ഒരു അത്തർക്കുപ്പി പോലെ അങ്ങനെ കാണില്ലേ, അതിൻ്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് തവാഫിൻ്റെ സുന്നത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിന്ന് തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് കയറിയാന്ന് എന്താവില്ല, നമുക്ക് നടക്കൂല. കാരണം അത്രയും തിരക്കായിരിക്കും തവാഫിൻ്റെ. അപ്പം നമ്മൾ പരമാവധി ഇതിൻ്റെ നേരെ അപ്പുറത്ത് കുറച്ച് ദൂരെ എവിടെ സൗകര്യം കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ഫാത്തിഹയും കുലിയായുൽ കാഫിറൂൻ ഫാത്തിഹയും കുൽഹു അല്ലാഹു അഹദ് ഓതിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ ഇരുന്ന് നമ്മുടെ തവാഫിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതിനൊന്നും കൂടുതൽ സമയം എടുക്കരുത് കേട്ടോ. നമ്മളൊരു കൂട്ടമാണ്. നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്ക് കരഞ്ഞ് നേരം വെളുക്കോളം പറയാം, അതിനൊക്കെ സമയം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ സംസം കിണറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ എന്താക്കണം, സംസം കുടിക്കൽ സുന്നത്തുണ്ട്. സംസം കിണർ കണ്ടിടണം. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ മുമ്പ് പോയവരാരെങ്കിലും സംസം കിണർ കണ്ടിടണം? കണ്ടിട്ടില്ല? കണ്ടിട അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പം സംസം കിണർ ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഇബ്രാഹിം മക്കാമിൻ്റെ കുറച്ചുകൂടി നേരായിട്ട് പോയാൽ താഴേക്കൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നമുക്ക് കാണാം. ഞാനൊക്കെ നമ്മളുടെ ചെറിയ പ്രായത്തിൽ പിന്നെ എൻ്റെ ഉപ്പാൻ്റെ വാപ്പച്ചിൻ്റെ കൂടെ പോയ സമയത്ത് അത് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയാൽ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഗ്ലാസ് ഉണ്ട്, ഒരുപാട് മോട്ടറുകളും ഉണ്ടാവും, അങ്ങനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്ന. ഇപ്പോൾ അതെവിടെയാണെന്ന് വരെ നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ ഫുള്ള് മത്താഫായി. അപ്പോൾ ഏതായിരുന്നാലും അവിടുന്ന് സംസം കിണറിൻ്റെ അടുത്തുനിന്ന് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നിസ്കാരവും കഴിഞ്ഞ് നേരെ ഒന്നങ്ങോട്ട് എന്താ പറയുക, മസ്അയിലേക്ക് സഅയ് ചെയ്യുന്ന ഹാജറ ബീവി
എന്താ പറയുക, സഫാ മർവായുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മകന് ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി ഓടി നടന്ന കഥ അറിയാലോ അല്ലേ? ആ സ്ഥലത്തേക്കാണ് പിന്നെ നമ്മൾ മസ്അയിലേക്കാണ് കയറുക. ആ സഈ നമ്മൾ ആരംഭിക്കുക. ആ പോകുന്ന പോക്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ സംസം കുടിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവും. അവിടെ സംസം കുടിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ കുടിക്കുന്നത് അതിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ദോഷം പൊറുക്കലിനെ ഉദ്ദേശിച്ചുകൊണ്ട് കുടിക്കണം എന്നും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദോഷം പൊറുക്കലിനെ ഉദ്ദേശിച്ചുകൊണ്ടും ഹജ്ജിന് പോകണോ, പഠിച്ചോനെ എനിക്കൊരു മബ്റൂറായ ഹജ്ജിന് തൗഫീഖ് ഉണ്ടാണേ എന്നുദ്ദേശിച്ചുകൊണ്ടും, ഇനി വേറെന്തോ ദുനിയാവിൻ്റെ കാര്യമാണോ, ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് എന്താക്കണം, നമ്മൾ സംസം കുടിക്കുക. അത് കഴിഞ്ഞ് നേരെ നമ്മൾ മസ്അയിലേക്ക് കയറും. സഫായിൽ നിന്നാണ് നമ്മൾ സഈ ആരംഭിക്കുക. 7 പ്രാവശ്യം സഈ ഉണ്ടാവും. ആ 7 പ്രാവശ്യം നടക്കാൻ കഴിയാത്തല്ലാരും ഉണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? ഉണ്ടോ? അപ്പോൾ ആ നടക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ എന്താ പറയുക, എന്തെങ്കിലും പറയല, അതിന് വീൽ ചെയർ അല്ലേ, ആ വീൽ ചെയർ സംവിധാനം ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് ഒരുക്കി തരും. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടേ. നമ്മളെ ആ മാർബിളിലെ എന്താ പറയുക, കാല് തട്ടിയിട്ട് കാല് ഇങ്ങോട്ട് പ്രയാസമാകുന്ന അവസ്ഥ ചെറുപ്പക്കാർക്ക് വരെ ഉണ്ടാവും. അതേ സമയത്ത് നല്ല ഇറാനിന്നൊക്കെ വരുന്ന 70-80 വയസ്സായ ഉമ്മമാരുണ്ടാവും. ഓല് ചിലപ്പോൾ നമ്മളെക്കാണ് ഉഷാറായിട്ട് നടന്നു പോയി ചെയ്യും. അപ്പോൾ ആരോഗ്യത്തിൻ്റെ ആ ഒരു വ്യത്യാസം പറഞ്ഞതാണ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ മസ്അയിൽ നിന്ന്, സഫയിൽ നിന്ന് നമ്മളുടെ കഅബ കൊള്ള തിരിഞ്ഞ് നിന്ന് ഒന്ന് ദുആ ചെയ്ത് നമ്മളുടെ സഈ ആരംഭിക്കും. ആ 7 സഈയാണ് ചെയ്യേണ്ടത്. സഫയിൽ നിന്ന് തുടങ്ങി 7ാമത്തത് മർവയിലാണ് അവസാനിക്കുക. അതായത് നമ്മൾ സഫയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മർവയിലെത്തുന്നതോടുകൂടി ഒന്നായി, ഒരു സഈയായി. തിരിച്ച് മർവയിൽ നിന്ന് തിരിച്ച് വന്ന് സഫയിലേക്ക് എത്തുന്നതോടുകൂടി 2ആയി. അങ്ങനെ 7ാമത്തത് മർവയിലാണ് പൂർത്തിയാവുക. ആ സഈൻ്റെ ഇടയിലും കൂട്ടമായി പരമാവധി നമ്മളിങ്ങനെ നടന്നാൽ 2 തൂണുകളുടെ ഇടയിൽ കുറഞ്ഞ സ്ഥലത്ത് പച്ച ലൈറ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പച്ച ലൈറ്റുള്ള സ്ഥലത്ത് ആണുങ്ങൾ ഒന്ന് ഇളകി നടക്കൽ, ഒന്ന് ചെറിയൊരു ഓടൽ എന്തുണ്ട്, സുന്നത്തുണ്ട് ആണുങ്ങൾക്ക്. അപ്പോൾ ആ ഒരു കാര്യം അതവിടെ ലൈറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ആ ഓട്ടത്തിനിടയിൽ പ്രത്യേകം ചെല്ലൽ സുന്നത്തുള്ളതാണ്. റബ്ബി ഗ്ഫിർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അൻതൽ അഅസുൽ അക്രം എന്ന ദിക്ർ ചെല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് കിട്ടണില്ലേ, ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക, സൂറത്തുൽ ഇഖ്ലാസിനെ ഓതിക്കൊണ്ടിരിക്കുക. അതേപോലെ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ, ഈ ഒരു പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെല്ലുകയും ചെയ്താൽ മതി. അത് കഴിഞ്ഞ് സഈ നമ്മൾ മർവയിലെത്തി തിരിച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ സഫയിലെത്തുന്നതോടുകൂടി നമ്മുടെ 2ാമത്തത് പൂർത്തിയായി. അങ്ങനെ 7 പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഇടയിൽ പരമാവധി കുറച്ച് നടക്കാനും കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു കിളി ആനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പിന്നോട്ട് കളിക്കരുത്. കൂട്ടത്തിൽ തന്നെ ആവാൻ ചെറിയ പ്രയാസങ്ങളൊക്കെ സഹിച്ച് നമ്മൾ ആ കൂട്ടത്തിൽ നിൽക്കാൻ ശ്രമിക്കണം. 7ാമത്തത് നമ്മൾ സഈ മസ്അയിൽ മർവയിൽ പൂർത്തിയാകുന്നതോടുകൂടി അതും കഴിഞ്ഞ് ഒരു 3 ഇഴ മുടി മുറിക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാഹ് നമ്മളുടെ ഉംറ പൂർത്തിയായി. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ആണുങ്ങൾക്ക് നല്ലത് എന്താ പറയുക, പ്രത്യേകിച്ച് ആദ്യത്തെ ഉംറയിലൊക്കെ മുടി കളയുന്നതാണ് നല്ലത്. പിന്നെ 3 ഇഴ മുടി എടുത്തിട്ട് വെട്ടിയാലും ഉംറയിൽ നിന്ന് നമ്മൾ തഹല്ലുലായി. അതോടുകൂടി ഉംറ കഴിഞ്ഞു. നമ്മൾ ഇഹ്റാമിൽ നിന്ന് നമ്മൾ പുറത്തായി, തഹല്ലുലായി. പിന്നീട് നമുക്ക് ആ ഇഹ്റാമിന് മുമ്പുള്ള അവസ്ഥകൾ എന്തൊക്കെയാണോ അതേപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഈ അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പൂർത്തിയാക്കാനും നമ്മൾ ശ്രമിക്കുകയും ഇനി അങ്ങോട്ടുള്ള എല്ലാ ദുആയിലും അതിന് തഖ്വയിലായി ആഫിയത്തിലായി അത് പൂർത്തിയാക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു തരണം. അതിനു വേണ്ടി ദുആ ഇറക്കണം. പിന്നെ കാര്യമായിട്ട് മബ്റൂറായ ഹജ്ജിന് തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി എപ്പോഴും ആടുന്ന കാര്യമായിട്ട് ദുആ ഇറക്കുക.
വെറുതെ ഹജ്ജ് ചെയ്ത് പോന്നിട്ട് കാര്യമില്ലല്ലോ, അള്ളാഹ് സ്വീകരിക്കുന്ന രൂപത്തിലാവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആ പരിശുദ്ധമായ ഹറമെന്നൊക്കെ ദുആർക്കുക. ദുആക്ക് ഇജാബത്തുള്ള ചില സ്ഥലങ്ങളാണ് കഅബാലയത്തിൻ്റെ ആ ഒരു വാതിലിനടുത്ത് ഇജാബത്തുള്ള സ്ഥലം. അടുക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് ആരോഗ്യമൊക്കെ വേണം, അല്ലെ ഒരു ആരോഗ്യമുള്ള ഒരാൾ നമ്മളെ കൂടെ ഒന്നോ രണ്ടോ ആൾ വേണം. അതേപോലെ ഈ സ്വർണ്ണപ്പാത്തിയുടെ ചോട്ടിൽ, സ്വർണ്ണപ്പാത്തിയൊക്കെ ഇപ്പോൾ പഴയ പോലെയല്ല. ഇപ്പോൾ എല്ലാം നമ്മൾ എന്താ പറയുക, ഒരു പോലീസുകാരൊക്കെ നിന്ന് ആദ്യം ഒരു നിയന്ത്രണമൊന്നുമില്ല. ഇനി നമുക്കിങ്ങനെ ചെറിയൊരു തള്ളമൊക്കെ തള്ളേണ്ടി വരും, നമുക്കങ്ങ് കയറി പോകാൻ പറ്റുമല്ലോ. ഇപ്പം അങ്ങനെ പറ്റൂല. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് ക്ഷമയോടെ നിന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി ഈ സ്വർണ്ണപ്പാത്തിയുടെ ചോട്ടിൽ നേരെ തായ്ഭാഗം എന്നൊക്കെ പറഞ്ഞത് ദുആഇന് ഇജാബത്തുള്ള സ്ഥലമാണ്. അതൊക്കെ നമ്മൾ അന്നേരമല്ല, പിന്നെ നമ്മളെ റൂമിലൊക്കെ വന്നൊന്ന് ഫ്രഷായി റെഡിയായിട്ട് ഒരു ഒഴിവ് സമയത്ത് നമ്മൾ പോയാൽ ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഹജറുൽ അസ്വദ് ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നിന്നൊക്കെ ദ്വാരെന്നാൽ ഇജാബത്തുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് എപ്പോഴും അവിടെ പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോയ സമയത്ത് പരമാവധി നമ്മളത് ഉപയോഗപ്പെടുത്തി. പിന്നെ ഉമ്മമാരൊക്കെ ഈ പറഞ്ഞതുപോലെ ദിക്റിലും ഫിക്റിലും ഖുർആനോത്തിലും ഒക്കെ ആയി ഹറമിൽ നമ്മൾ ഈ കഅബാലയം കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ആ ഒരു സുന്നത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പോയിരിക്കാമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ പറഞ്ഞതുപോലെ ദുനിയാവിലെ നാട്ടുവർത്താനം പറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി കൂട്ടത്തിൽ ഒരാളെങ്കിലും കൂടെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ നമ്മളിനിപ്പോൾ കൂട്ടമായിട്ടുള്ള ഉംറകൾ എത്ര എണ്ണ ആൽസുസായുള്ളത്? 3 എണ്ണം. 3 ഉംറയാണ് കൂട്ടമായിട്ടുള്ള ഉംറ ഉണ്ടാവുക. ആ 3-ൽ അധികം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നേരെ റൂമിൻ്റെ താഴേക്ക് ഇറങ്ങിയാൽ ഐഷ പള്ളിയിലേക്ക് ടാക്സി ഉണ്ടാവും. എത്ര റുപ്യ? ഞാൻ സുല്ലിഹരോട് പറഞ്ഞാൽ മുപ്പര് സൗകര്യം ചെയ്തു തരും. അപ്പോൾ അതിനൊക്കെ ഉള്ള പൈസ എന്തോ വേണമെങ്കിൽ കുറച്ച് റിയാൽ നമ്മളെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ എനിക്കൊക്കെ ഹറമെന്ന് ഇങ്ങോട്ട് നിൽക്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആ ഷവായിൻ്റെ മണം അങ്ങോട്ട് അടിച്ചാൽ പിന്നെ എനിക്ക് ക്യാൻറ്റീനിലത്തെ ഭക്ഷണം പോവില്ല. അപ്പോൾ എനിക്കെന്തായാലും അത് കഴിക്കണം. അപ്പോൾ പിന്നെ ഞാനത് കഴിച്ചിട്ടേക്കും പോരുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തകരാറുള്ള നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള മുക്കാൽ കയ്യിലുണ്ടായാലും നല്ലതാണ്. ഭക്ഷണം പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ അസറിന് നമ്മൾ പള്ളിയിൽ പോയി ഒന്ന് പുറത്തേക്ക് റൂമിൽ കന്ന് പിന്നെ മഗ്‌രിബിന് അട്ടത്തിലൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്കൊരു അസറിന് ശേഷം ഒരു ചായ കുടിച്ചുള്ള ഒരു പരിചയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചായ കുടിക്കാനുള്ള ചില്ലറ കായൊക്കെ പുറത്തുണ്ടാകുക നമ്മളുണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ ചിലവർക്ക് അവിടെത്തിയാൽ പിന്നെ വേറൊന്നും വേണ്ട, ഫുള്ള് സംസമിലായി തന്നെ അവരങ്ങനെ അവിടെ പോകും. സംസം കുടിച്ചാൽ ദോഷം പുറത്തിട്ടു, ദാഹം മാറും, വിശപ്പ് മാറും, എല്ലാം അതിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് ആ ഒരു അങ്ങനെ ഒരു അവസ്ഥ ചിലവർ അതിലായിട്ടായിട്ട് പോയിക്കും. അത് നല്ലതാണ്, ഉള്ളും പുറവും നന്നായി കിട്ടും സംസം ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ഏതായാലും അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു എക്സ്ട്രാസ് നമ്മൾ ഉംറകളൊക്കെ വേറെ ഇങ്ങനെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക, നമുക്ക് ഒരാവേശത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നും. ഉംറക്കൊക്കെ ഉംറ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് പിറ്റേന്ന് പിന്നെയും പോയി നമുക്ക് അന്നേരം ഒരു ആരോഗ്യമൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ആരംഭ റസൂലുള്ളാഹിൻ്റെ ഷറഫാക്കപ്പെട്ട ഹദറത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അന്നപ്പൊക്കൊന്നും നമ്മളുടെ ക്ഷീണിച്ചു പോകാറ് നമ്മളെ തടി. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്തിട്ടേ നമ്മൾ പോകാവെന്നാണ് പറഞ്ഞത്. ചെയ്തേമ്പൽ ഇങ്ങനെ ചെയ്തുകൊണ്ടോന്നില്ല. നമ്മൾ ഈ പറഞ്ഞ 3-ൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇനി നിങ്ങൾക്ക് അതിനെക്കാളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷേ ഇതൊക്കെ നിങ്ങളൊന്നും എന്താക്കണം, പരിഗണിക്കണം. നമ്മുടെ ശരീരം തളർന്നു പോകരുത്, ബാക്കിയുള്ള അമലുകൾക്കും യാത്രയ്ക്കൊന്നും ഒരു പ്രയാസം ഉണ്ടാവരുത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും ഒരു ഉംറ നമ്മളങ്ങനെ പൂർത്തിയാക്കും. പിന്നീട് 2 ഉംറ കൂടി നമ്മൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും മീക്കാത്തുകളിൽ പോയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതോടുകൂടെ ഇൻഷാ അള്ളാഹു തൗഫീഖ് തരികയാണെങ്കിൽ നമുക്ക് പോകാനുള്ള ഹജ്ജിൻ്റെ സ്ഥലങ്ങളൊക്കെ അറഫയും മിനായും മുസ്ദലിഫയും അതേപോലെ തന്നെ ജംറാത്തും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് കൊണ്ടുപോയി എന്നിങ്ങനെ കാണിച്ചു തരും. ആരംഭ റസൂലുള്ളാഹിൻ്റെ അവസാന പ്രഭാഷണം അറഫ മൈതാനിയിൽ നിന്ന് ആരംഭ റസൂലുള്ളാഹിൻ്റെ അവസാനത്തെ ആ ഒരു പ്രഭാഷണം നടന്ന ആ ഒരു സ്ഥലവും അതൊക്കെ ഒരു മുബാറക്കാണല്ലോ. റസൂലുള്ളാഹിൻ്റെ കാല് പതിച്ച മണ്ണല്ലേ.
അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ദുആ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് തൗഫീഖ് ഉണ്ടായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു തആല അതിനൊക്കെ നമുക്ക് പ്രത്യേകം തൗഫീഖ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് പിന്നെപ്പോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണാനൊക്കെ വരൂ. എന്നും കുടുംബക്കാർ കാണാൻ വരുന്നു, തക്കാലോ ജോറായി അങ്ങനെ ആയി പോവാതെക്കാനും നമ്മളാരെങ്കിലുമൊക്കെ കാണാൻ വരുന്നൊക്കെ ഇങ്ങനെ വിളിച്ചു നോക്കുകയാണെങ്കിലേ പരമാവധി നമ്മളതിനൊക്കെ ഒന്ന് ഒഴിഞ്ഞിക്കാനൊക്കെ ശ്രമിക്കുക. ആകെ 15 ദിവസം പോയിട്ട് ഫുള്ള് തക്കാലമായി പോകാറതല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. വരുന്നവരൊക്കെ നമ്മൾ റൂമിലേക്ക് വിളിച്ചിരുത്തത് നിങ്ങളെ മോളും നിങ്ങളെ മരുവോളും ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങളെ അപ്പുറത്തെ കട്ടിൽമേല് നിങ്ങളെ എന്താ പറയുക കുടുംബക്കാരൊന്നും അയക്കൂല. അതിൻ്റെ അപ്പുറത്തെ കട്ടിൽമേലും വേറെ ആരും അയക്കും. അപ്പോൾ നമ്മളെ ബാക്കിയുള്ളവരെ കൊണ്ടുവന്ന് നമ്മളെ റൂമൊന്ന് സൽക്കരിക്കുന്ന ആ സംവിധാനമല്ലേ, അത് നടക്കൂല എന്നപ്പോൾ പറഞ്ഞത്. അല്ലേ നമ്മൾ താഴത്തൊക്കെ ഇറങ്ങി ഓലാടന്ന് കണ്ട് സലാം പറഞ്ഞ് ദ്വാരക്കണം കേട്ടോ, ഞാനും ദ്വാരക്ക ഓലെന്തോ പൊതി കൊണ്ടുവന്നില്ല, അത് വാങ്ങിക്കോളണ്ടി, അത് കൊണ്ടുവന്നിട്ട് റൂമിലുള്ള ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തോളി. അതല്ലാതെ ലോക്യം പറയാനൊന്നും നിൽക്കരുത്. തമ്മിൽ ഹജ്ജിന് പഴയ കാലത്തൊക്കെ ഹജ്ജിന് പോയി എന്നാൽ ഓലിങ്ങോട്ട് പോയി വരുമ്പോൾ ഓല് തെറ്റലാണെന്ന് പറയുന്ന കേട്ടാണ്. ഓർമ്മയില്ല, എന്താ അറിയില്ല. ഓല് പോയി വരുമ്പോഴേക്ക് ഒരു തെറ്റിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മൾ ഈ 15 ദിവസത്തിൻ്റെ ഇടയിൽ തെറ്റിപ്പോണ്ട. നമ്മൾ തെറ്റുന്ന ഒഴിവാക്കിയാൽ പോകണത്. പിന്നെ ആട് പോയിട്ട് പിന്നെയും തെറ്റിപ്പോയാൽ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മളൊരു വിട്ടുവീഴ്ച. ചിലപ്പോൾ നമുക്ക് ലൈറ്റ് അടുത്തൂടി പോയാൽ ചിലപ്പോൾ നമ്മൾ കണ്ണുറന്നു പോകും. ചിലപ്പോൾ രാത്രി എണീറ്റ് ഓൽക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ ഓലൊന്ന് ലൈറ്റ് ഇടുമ്പോൾ അന്നപ്പോൾ പിന്നെ ലൈറ്റ് ഇട്ടതിന് പറഞ്ഞ് തല്ലുവിടരുത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട നോർമലി ഉണ്ടാകുന്ന കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതൊക്കെ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയോടുകൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോകണം. അതിന് മുമ്പ് ഹബീബായ തങ്ങളുടെ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, പൊന്നിൽ പൊതിഞ്ഞാണ് ഖദീജ ബീവി ആരംഭ റസൂലുള്ളാഹിന്റെ ഭാര്യാപദത്തിലേക്ക്. വലിയ സമ്പന്നയാണ്, വലിയ കച്ചവടക്കാരിതിയാ. പക്ഷെ അവസാനം മരിച്ചു പിരിഞ്ഞു പോകുമ്പോൾ ഒന്നുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെ ദീനിന് സമർപ്പിച്ചുകൊണ്ടാണ് അവർ പോയത്. ആ ഖദീജ ബീവി കിടക്കുന്ന ജന്നത്തുൽ മഅല്ല അതിൻ്റെ അടുത്താണ്. അവിടൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാനുണ്ട്, മസ്ജിദ് ജിന്നും അതേപോലെയുള്ള സ്ഥലങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാത്തിനും ഞാനില്ലെങ്കിലും ആരിസ് ഉസ്താദ് എല്ലാത്തിനും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതിനും അള്ളാഹു ആരിസ് ഉസ്താദിനും ആഫിയത്തിൽ പ്രത്യേകം ബർക്കത്ത് ചെയ്യട്ടെ. അതിന് നിങ്ങളെപ്പോഴും ദ്വാരക്കണം. അള്ളാഹു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വ്യാഴാഴ്ച ഒരു നിക്കാഹുണ്ട്. നമ്മളെ കൂടെ ഒരു പുയ്യാപ്പിളുണ്ട്, അവൻ്റെ നിക്കാഹും നമ്മൾ അവിടെ നിന്ന് നടത്തിക്കാളെന്നാണ്. വ്യാഴാഴ്ച അസറിനേഷം എനിക്ക് ആ ഒരു നിക്കാഹിന് പോകേണ്ടതുണ്ടാവും. ഞങ്ങൾ ആ നിക്കാഹിന് പോകും. നിങ്ങൾ ആരെങ്കിലും പറ്റുകയാണെങ്കിൽ നിങ്ങളെയും കൂട്ടുന്നുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു തആല അവിടുന്ന് ആ ഒരു മുബാറക്കായ സ്ഥലത്തുനിന്ന് ആ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച ഓരോ കുടുംബം അള്ളാഹു അവരിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അവർക്ക് അള്ളാഹു അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഹലാല് അവരുടെ ശേഷമുള്ള ജീവിതമൊക്കെ അള്ളാഹു തആല സന്തോഷത്തിലും അവൻ്റെ പൊരുത്തത്തിലും ഒക്കെ ആക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ഏതായിരുന്നാലും എത്ര ദിവസം പടക്കുക? 9 ദിവസം മക്കയിൽ നിൽക്കുന്നതിന്. മക്കയിൽ നമ്മൾ 9 ദിവസം, വെള്ളിയാഴ്ച 2 മക്കത്താണ് അല്ലേ. ഒരു വെള്ളിയാഴ്ച മദീൻ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. സംഗതി മദീനത്ത് കിട്ടണമെന്ന് നമ്മളെ ഈ ഷെഡ്യൂൾ അനുസരിച്ച് പിന്നെ റമദാനൊക്കെ ആയി പോവും. പിന്നെയും ചെയ്യുമ്പോൾ അപ്പോഴേക്ക് എന്താവും, റൈറ്റൊക്കെ വലിയ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടുന്ന് കുറഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സലാത്തും ഫീ മസ്ജിദി അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ ഇല്ലൽ മസ്ജിദിൽ ഹറാം. ആരംഭ റസൂലുള്ള പറയാണ്, എൻ്റെ ഈ പള്ളി, മദീന പള്ളി, ഇവിടെ നിന്നുള്ള ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ വേറെ പള്ളികളിൽ നിന്ന് നിസ്കരിക്കുന്ന 1000 നിസ്കാരത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. നമ്മൾ നമ്മളെ നാട്ടിലെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും കൂലി ഉണ്ടാകും, 1000 ഇരട്ടി കൂലി ഉണ്ടാകും ആരംഭ റസൂലുള്ളാഹിന്റെ മദീന പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ. പക്ഷേ മസ്ജിദുൽ ഹറാം ഒഴിയുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുന്നത് അഫ്ളലു മിൻ മിഅത്തി അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ. 1,00,000 100,000 എന്ന് പറഞ്ഞാൽ എത്ര? 100,000 എന്ന് പറഞ്ഞാൽ എത്ര? 100 കൊണ്ട് 1000 ഗുണിച്ചാൽ എത്ര മനുഷ്യന്മാരെ? സ്കൂളിൽ പോയിട്ടൊന്നുമില്ല. 100,000 എന്ന് പറഞ്ഞാൽ 1,00,000 അല്ലേ? 1,00,000 ഇരട്ടി കൂലി കിട്ടും.
സാധാരണ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും 1,00,000 ഇരട്ടി പ്രതിഫലമാണ് പരിശുദ്ധ ഹറമിലെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ. മക്കത്തെ പള്ളിയിൽ നിന്ന്, അള്ളാൻ്റെ റസൂലിൻ്റെ മദീനത്തെ പള്ളിയിൽ നിന്നായാൽ 1000 ഇരട്ടിയാണ്. അപ്പോൾ 1,00,000 ഇരട്ടി കൂലി കിട്ടുന്ന ആ മദീന പള്ളി പരിശുദ്ധ ഹറമിലെ ആ ഒരു സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്തുക. ജമായത്തിനൊക്കെ കഴിയും പോലെ പോവുക. ഞാനും നിങ്ങളും ഒക്കെ തന്നെ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പരമാവധി പള്ളിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ മുറ്റത്തൊക്കെ എന്തെങ്കിലും എത്താനുള്ള ശ്രമവും നമ്മൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ മദീന യാത്ര. ഇൻഷാ അല്ലാഹ് മദീന യാത്ര ഞാൻ ചിലപ്പോൾ ആടുന്ന് നമ്മൾ പോണേരം പറയുന്നേക്കുന്നല്ല. ഇപ്പം തന്നെ 4 മണിയായി അല്ലേ? ബാക്കി നമുക്ക് അങ്ങനെ ഒരു റാഹത്തിൽ അവിടെ നിന്ന് പോണേരം പറയാം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചായ കൊടുത്തോളി. ആരംഭ റസൂലുള്ളാഹിൻ്റെ ആ ഒരു ഹദറത്തിലേക്ക്, ആ ഒരു അദബിൽ മര്യാദയിലൊക്കെ പോകണം. സ്വലാത്തിനെയും കൂട്ടത്തിൽ ഇങ്ങനെ അധികരിപ്പിച്ചോളിട്ടോ. റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ കുറച്ച് കാര്യമായ പൊതുവായിട്ട് പോകണമല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് അധികരിപ്പിക്കുന്നത് നല്ലതാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഈ കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് നമുക്കൊരു വേറൊരു സംഗതി ഉള്ളതെന്ന് പറഞ്ഞാൽ, ഉംറ ഇഹ്റാമിലല്ലാതെ തന്നെ തവാഫിനെ അധികരിപ്പിക്കൽ സുന്നത്താണ്. തവാഫ് മാത്രം ചെയ്യാം. ഇനി ഉംറക്ക് തവാഫ് കഴിഞ്ഞാൽ സഅയും കൂടി വിചാരിക്കുമ്പോഴേക്ക് ചിലപ്പോൾ അങ്ങനെ കാലുമ നുളുത്തൂറുക നടക്കണമെന്ന് വിചാരിച്ചാൽ എല്ലാവരും അല്ല, ഞാൻ എൻ്റെ അവസ്ഥ അറിയട്ടോ. നിങ്ങളൊക്കെ ചിലപ്പോൾ എപ്പോഴും ചെയ്യാൻ റെഡിയായ മനുഷ്യന്മാരായിരിക്കും. അള്ളാഹു തആല കബൂലാക്കട്ടെ. അപ്പോൾ ആ തവാഫിന് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഇടക്കിടക്ക് തവാഫിനെ ഒരു 7 തവാഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കൽ, തവാഫിനെ അധികരിപ്പിക്കൽ സുന്നത്തുണ്ട്. ആ തവാഫിൻ്റെ ഓരോ ചവിട്ടടിയും നമ്മളുടെ ഹസനാത്തിനെ പെരുപ്പിക്കുകയും സയ്യിആത്തിനെ, ദോഷത്തിനെ പൊറുപ്പിച്ച് തരികയും ചെയ്യും എന്നാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ ത്വാഫ ബിൽ ബൈത്തി ലം യർഫ ഖദമൻ വലം യളഉ ഉഖ്റ ഇല്ലാ കതബല്ലാഹു ലഹു ഹസനാന. ഒരാൾ തവാഫ് ചെയ്യുകയാണെങ്കിൽ ഓൻ്റെ ഒരു കാല് വെച്ച് മറ്റേ കാലിനെ മാറ്റി വെക്കാൻ ആ കാലിനെ ഉയർത്തുമ്പോഴേക്ക് തന്നെ, അതായത് നടക്കണ നടത്തത്തിലേ ഒരു കാലിനെ ഉയർത്തുമ്പോഴേക്ക് തന്നെ അള്ളാഹു തആല ഓൻ്റെ ഹസനാത്തിനെ പെരുപ്പിക്കുകയും സയ്യിആത്തിനെ അള്ളാഹു തആല മായ്ച്ചു കളയുകയും ദറജയെ അള്ളാഹു തആല ഉയർത്തി കൊടുക്കുകയും ചെയ്യുന്ന. അതുകൊണ്ട് പറ്റുന്ന ആളുകൾക്കൊക്കെ തവാഫിനെ അധികരിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പള്ളിയിലിരുന്ന് ഖത്തമുകൾ ഓതാം, അതേപോലെ തന്നെ ദിക്റുകൾ ചെല്ലാം. കഅബാലയം നോക്കിയിരുന്നിട്ട് ആ ഒരു സമയത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. വെറുതെ നോക്കിന്നാലും കൂലിയുള്ള സംഗതിയാണല്ലോ. അള്ളാഹു തആല അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഈ കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ റാഹത്തിൽ കബൂലായി അത് പോയി വരാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ അടിസ്ഥാനപരമായി ചെയ്യേണ്ട പൊരുത്തപ്പെടിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കലും ഒക്കെ മറന്നുകൊണ്ട. അതേപോലെ കഴിഞ്ഞിട്ട് നമ്മളെ നാവും കൽബും ഒക്കെ നമ്മളൊന്ന് നിയന്ത്രിക്കുക. അതും അടിസ്ഥാനപരമായിട്ട് വേണ്ടതാണ്, മറന്നുകൊണ്ട. എല്ലാത്തിനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഞാനും ദുആ ചെയ്യും, അല്ലാഹു തആല ഇരുലോക വിജയികളിൽ നമ്മളൊക്കെ ആക്കി തരട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി.